ആസ്മയ്ക്കായി ഇൻഹേലറും തുമ്മലിനായി മൂക്കിൽ സ്പ്രേയും സ്ഥിരമായി ഉപയോഗിക്കേണ്ടി വരുന്നവരുടെ എണ്ണം കൂടുന്നു. തുമ്മലിലും തൊണ്ടചൊറിച്ചിലിലും മൂക്കടപ്പിലും ശ്വാസതടസ്സത്തിലും തുടങ്ങി സൈനസൈറ്റിസ്, ടോൺസിലൈറ്റിസ്, അഡനോയിഡൈറ്റിസ്, ശ്വാസനാളിയിലോ ശ്വാസകോശത്തിലോ അണുബാധയിൽ എത്തുന്നതിനാൽ ഇടയ്ക്കിടെ ആന്റിബയോട്ടിക് കോഴ്സ് എടുക്കേണ്ടി വരുന്നവരുടെയും എണ്ണം കൂടി വരുന്നു. ഒപ്പം തന്നെ ടോൺസിലെക്ടമി, അഡനോയിഡക്ടമി, സൈനസ് ഓപ്പറേഷൻ, സെപ്റ്റോപ്ലാസ്റ്റി തുടങ്ങിയ ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്നവരുടെ എണ്ണവും കൂടുന്നു. ചെറുപ്രായത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ പ്രധാന അവയവങ്ങളായ ടോൺസിലുകളെയും അഡനോയിഡുകളെയും എടുത്തു കളയുന്ന ഓപ്പറേഷനുകൾക്ക് വിധേയരാകുന്ന കുട്ടികളുടെ എണ്ണവും കൂടി വരുന്നു. എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ടാണ് അലർജി ഉള്ളവർക്ക് ശ്വാസനാളത്തിലും ശ്വാസകോശത്തിലും വീണ്ടും വീണ്ടും അണുബാധ ഉണ്ടാകുന്നത്? എന്താണ് അലർജി ഉണ്ടാകാൻ കാരണം? അലർജിക്കും ആസ്മയ്ക്കും ഒക്കെ കാരണം ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നതാണ്. അതായത് ചില വസ്തുക്കളോട് ഇമ്മ്യൂൺ സിസ്റ്റം ഹൈപ്പർ സെൻസിറ്റീവ് ആകുന്നു അഥവാ അമിതമായി പ്രതികരിക്കുന്നു. ശ്വാസതടസ്സം, ആസ്മ, ത്വക്ക് ചൊറിഞ്ഞു തടിക്കുക, തുമ്മൽ, മൂക്കടയുക, തൊണ്ട ചൊറിയുക, കണ്ണു ചൊറിയുക തുടങ്ങി അലർജി മൂലമുള്ള അസ്വസ്ഥതകൾ നിരവധിയാണ്. എന്താണ് അലർജി? എന്തുകൊണ്ടാണ് അലർജി ഉണ്ടാകുന്നത്? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായാൽ മാത്രമേ അലർജി മൂലമുള്ള അസ്വസ്ഥതകളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും മോചനം നേടാനാവൂ. ആസ്മയും അലർജിയും ഉള്ളവർ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെ ആസ്മയും അലർജിയും മാറ്റാനാകും? ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി ഈ രോഗത്തിന്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാം എന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെയും അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ആസ്മയും അലർജിയും ഒക്കെ എന്താണ്, അതെങ്ങനെ വരുന്നു എന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് മോചനം നേടാനും പറ്റുള്ളൂ. ബേസിക്കലി നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന, ഇപ്പം സാധാരണ ഒരു പോളൻ മൂക്കിൽ വന്നാൽ അല്ലെ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു സ്മെല്ലിന് നമ്മൾ യൂഷ്വലി അലർജി മറ്റെല്ലാവർക്കും വരുന്നില്ലാത്തതിലും ഈ അലർജി ഉള്ള ആളുടെ അപ്പോഴേക്കും തുമ്മാൻ തുടങ്ങും, അല്ലെങ്കിൽ ചൊറിഞ്ഞു കടിക്കാൻ തുടങ്ങും. ഇതാണുള്ള പ്രോബ്ലം. അപ്പൊ എന്തുകൊണ്ടാണ് അത് ആക്ച്വലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു റിയാക്ഷൻ ആണ്. ഇമ്മ്യൂൺ സിസ്റ്റം ചില കെമിക്കലുകളെ പുറത്തു വിടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം എന്താണെന്ന് അറിയണം. ബേസിക്കലി ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പം നമ്മളുടെ പലതരം ഓർഗനുകളും കൂടെ കൂടിയതാണ്. ഓരോ ഓർഗൻ മാത്രം ഒരിടത്തല്ല ഇമ്മ്യൂൺ സിസ്റ്റം ഇരിക്കുന്നത്. നമ്മുടെ ഹോൾ ബോഡിയിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കാണ് ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പൊ അതിൽ സ്കിന്ന് ശരിക്കും ഏറ്റവും പുറമേന്ന് നമ്മളെ ഒരു പ്രൊട്ടക്ട് ചെയ്ത്, നമ്മൾ വലിയ ചൈന വന്നതിൽ എന്നൊക്കെ പറഞ്ഞ രാജ്യത്തെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ മതിലുകളും കോട്ടകളും ഒക്കെ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു കോട്ടയാണ് മതിലോ അല്ലെ കോട്ടയായിട്ട് പറയാം നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. ഹോൾ ബോഡി കവർ ചെയ്തിരിക്കുക. അതുകൂടാതെ ഇന്റേണലി കവർ ചെയ്യുന്നതാണ് മ്യൂക്കോസ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ വായ മുതൽ മലദ്വാരം വരെയുള്ള ഒരു ഓപ്പണിംഗ് ആണല്ലോ ഇത്, ഈ കുടലെന്ന് പറയുന്നത്. അപ്പൊ അതിലെ കവർ ചെയ്ത് മ്യൂക്കസ് മെമ്പറൈനുണ്ട്. ഇന്റേണലി എല്ലായിടത്തും മ്യൂക്കസ് മെമ്പറൈൻ. അതുപോലെ അത് വൈകുന്നത് ശ്വാസകോശത്തിലേക്ക് പോകുമ്പോൾ ബ്രോങ്കൈ വഴി അതും അവിടെ ശ്വാസകോശത്തിലും എല്ലാം അവിടെയും മ്യൂക്കസ് മെമ്പറൈനാണ്. അതുപോലെ യൂറിനറി ട്രാക്ട്, യൂട്രസിൽ നിന്ന് പുറത്തേക്കുള്ള വഴി, ഇതെല്ലാം മ്യൂക്കസ് മെമ്പറൈനാണ് കവർ ചെയ്യുന്നത്. ഇതെല്ലാം ശരിക്കും പ്രൈമറി ഇമ്മ്യൂണോളജിക്കൽ ഓർഗൻസ് ആയിട്ട് വരും.
പിന്നെ അതുകൂടാതെ നമ്മളുടെ ബ്ലഡിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള വെളുത്ത രക്താണുക്കൾ, നമ്മുടെ സോൾജിയേഴ്സ് എന്ന് പറയാം. അതുപോലെ അതുണ്ടാക്കുന്ന കുറെ സാധനങ്ങളാണ് ആന്റിബോഡീസ്, ഇന്റർലൂക്കിൻസ്, അങ്ങനെ കുറെ കെമിക്കൽസുകളും നമ്മുടെ മിസൈൽസും ബോംബും ബുള്ളറ്റും ഒക്കെ പോലുള്ള സാധനങ്ങളും അതിനകത്തുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബേസിക്കലി നമ്മുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റം സെൽസിനെ ഉണ്ടാക്കുന്നത് നമ്മുടെ മജ്ജയ്ക്കകത്താണ്. മജ്ജയ്ക്കകത്ത് നിന്ന് അത് പുറത്തു വന്ന് അത് ലിംഫ് നോഡ്സ് ഉണ്ട്, ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയും. ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയുന്നതില് നമ്മുടെ എല്ലാ എൻട്രൻസസുകളിലും തന്നെ എല്ലായിടത്തും തന്നെ ലിംഫോയിഡ് ടിഷ്യൂ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ടോൺസിൽ, അതൊരു രണ്ട് സൈഡിലും കാവൽക്കാരി പോലെ സെന്റിനൽ പോലെ നിൽക്കുകയാണ് ടോൺസിൽ. അത് കഴിഞ്ഞാൽ പുറകിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബാക്കിൽ സെൻട്രലായിട്ട് എഡനോയിഡ്സ് ഉണ്ട്. അതിനെയൊക്കെ നമ്മളിപ്പോഴും എടുത്തു കളയുന്നത് ബേസിക്കലി. പലപ്പോഴും ടോൺസിലെക്ടമിയും അഡനോയിഡക്ടമിയും ഒക്കെ കോമൺ ഓപ്പറേഷൻസ് ആണ്. പക്ഷെ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ സ്റ്റേഷൻസ് ആണ്. ഇപ്പൊ കൊച്ചിൻ നേവൽ ബേസ്, അല്ലെ നമുക്ക് എല്ലാത്തിലും പറയില്ല എയർ ബേസ്, നേവൽ ബേസ്, ആർമി ബേസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഡിഫൻസ് ബേസസ് ആണ് ശരിക്കും ടോൺസില്, അഡനോയിഡ്സ്. പിന്നെ കുടലിലേക്ക് പോയാൽ അവിടെ പേഴ്സ് പാച്ചസ് എന്ന് പറയും. അതും പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഇങ്ങനെ അത് ലിംഫോയിഡ് ടിഷ്യൂ ആണ്. പിന്നെ ലിംഫ് നോഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്പ്ലീൻ എന്ന് പറയുന്നതും ഈവൻ ലിവറിന് പോലും ഒരു ഇമ്മ്യൂണോളജിക്കൽ ഫംഗ്ഷനും ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഈ ബ്രെയിനില് ഗ്ലയൽ സെൽ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇമ്മ്യൂണോളജിക്കൽ ഫംഗ്ഷനാണ് അതിന് മെയിനായിട്ട്. പിന്നെ ഏറ്റവും പ്രധാനം ഫൈനലി നമ്മൾ വരുമ്പോൾ തൈമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന് ജസ്റ്റ് മുൻപിലായിട്ട് ഒരു ഗ്ലാൻഡ് ഉണ്ട്, തൈമസ് ഗ്ലാൻഡ്. തൈമസ് അത് ഇമ്മ്യൂണോളജിക്കൽ സെല്ല. ശരിക്കും പറഞ്ഞാൽ അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ സ്കൂളാണെന്ന് പറയാം, നമ്മുടെ സൈനിക് സ്കൂൾ എന്നൊക്കെ പറയുന്ന പോലെ. ഈ സെല്ലുകളൊക്കെ, അതായത് നമ്മുടെ ബോൺ മാരോ സെല്ലൊക്കെ ഉണ്ടാക്കി അത് വന്നു കഴിയുമ്പോൾ, പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അവർ ആദ്യം വരുന്ന തൈമസിനകത്തേക്കാണ്. അപ്പൊ ആ തൈമസിൽ വന്നിട്ട് അവര് നമ്മളുടെ ബോഡിയിലുള്ളത് എന്താണ്, മിത്രവേദ ശത്രുവേദ, സെൽഫ് ഓർ നോൺ സെൽഫ്, ഇത് കണ്ടുപിടിക്കാൻ അവർ പഠിപ്പിക്കുന്നത് അവിടെ വെച്ചാണ്. അതാണ് അവിടെ വന്ന് പാസ്സായി പോകുന്നവരാണ് ടി സെൽസ് എന്ന് പറഞ്ഞത്, തൈമിക് സെൽസ് എന്ന് പറയും. അതുകൂടാതെ ബി സെൽസ് ഉണ്ട്, അത് നമ്മളുടെ ആന്റിബോഡീസ് ഉണ്ടാക്കുന്നവരാ. അവര് ആന്റിബോഡി ഉണ്ടാക്കി നേരെ ഉള്ള റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. ഈ തൈമസ് പാസ്സായി വരുന്ന ടി സെൽസ് ആണ് ഈവൻ ആന്റിബോഡിയുടെ പ്രൊഡക്ഷനെ പോലും കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ തൈമസിനോട് തൈമസ് സ്കൂളിനും വലിയൊരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ദെൻ ഒരു ആന്റിജൻ, നമ്മളൊരു അലർജി വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ആന്റിജൻ, ഇപ്പം നമുക്ക് അറിയാം ഹെയർ ഡസ്റ്റ്, കച്ചി അലർജി ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും എന്തിനോടാണേലും നമ്മളെന്തെങ്കിലും സ്മെല്ലിനോടൊക്കെ അലർജി ഉണ്ടെങ്കിൽ അത് നമ്മുടെ മൂക്കിൽ വന്നു കഴിയുമ്പോൾ തന്നെ അവിടെ നിന്നൊരു ആന്റിജൻ പ്രസന്റിങ് സെൽസ് വരും, അത് അതിനെ അറ്റാച്ച് ചെയ്യും. അത് കഴിഞ്ഞ് അത് ടി സെൽസിന്റെ അടുത്ത് ചെല്ലും. ടി സെൽസ് സാധാരണ നിലയിൽ അതിന് വേറെ അത് മൈൻഡ് ചെയ്യില്ല. അതേ സമയത്ത് ഈ അലർജി ഉള്ളവർക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അത് T0 സെൽസ് ആണ് ശരിക്കും ചെയ്യുന്നത്. അതിന് T2 സെൽസ് എന്ന് പറഞ്ഞ് ഒരിതിലേക്ക് ട്രാൻസ്ഫോർമേഷൻ വരും. അവര് ബി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് ഈ IgEs ഒക്കെ ഉണ്ടാക്കുക. പിന്നെ അത് പോയി മാസ് സെല്ലിൽ പോയി അറ്റാച്ച് ചെയ്യുമ്പോഴേക്കും ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ പുറത്തു വരും. ഈ ഹിസ്റ്റമിനാണ് നമുക്ക് ഈ അലർജിക് റിയാക്ഷൻസ് എല്ലാം ഉണ്ടാക്കുന്നത് യൂഷ്വലി. അതാണ് നമ്മൾ പലപ്പോഴും, അതുപോലെ IgEയുടെ ലെവൽ കൂടും. അപ്പൊ ഇത് പോയി ഇങ്ങനെ ഓരോരുത്തരോട് പറഞ്ഞാണ് ഈ IgE ലെവൽ കൂടും. ഇപ്പം വൺസ് എപ്പോഴും നമ്മൾ മിക്കവാറും ആദ്യത്തെ എക്സ്പോഷറിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, അലർജി വരികയില്ല. സെക്കൻഡ് എക്സ്പോഷർ വരുമ്പോഴോ അല്ല തേർഡ് എക്സ്പോഷർ വരുമ്പോഴേക്കും പിന്നെ ഓരോ എക്സ്പോഷർ വരുമ്പോഴേക്കും കൂടിയായിരിക്കും വരുന്നത്. കാരണം നമ്മുടെ ഇവിടെ IgE ഉണ്ട്. അപ്പൊ ഈ ഒരു ആന്റിജൻ പ്രസന്റിങ് സെല്ല് വന്ന അപ്പൊ തന്നെ IgE റെഡിയാണ്. IgE പോയി മാസ് സെല്ലില് പോയി ഇത് ചെയ്യും. അപ്പൊ ഹിസ്റ്റമിൻ പുറത്തു വരും. നമുക്കിപ്പോൾ തുമ്മലും മറ്റ് അലർജിക്ക് ആസ്മയാണെങ്കിൽ ശ്വാസകോശം കൺസ്ട്രക്ഷൻ, അങ്ങനെ ഒരു കുറെ കെമിക്കൽ മെക്കാനിസം. ബേസിക്കലി ഇതെല്ലാം കെമിക്കലി മീഡിയേറ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. അത് പല ല്യൂക്കോട്രിൻസ്, പ്രോസ്റ്റാഗ്ലാൻഡിൻ, ഇങ്ങനെ കുറെ മെക്കാനിസംസ് ആണ്. അത് ഹിസ്റ്റമിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ല്യൂക്കോട്രിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ, അങ്ങനെ കുറെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്.
ഈവൻ ഈ അലർജി ഉള്ളവരിൽ ചിലരിൽ കാണുന്ന ഹിസ്റ്റമിൻ ഇൻടോളറൻസ്. ഹിസ്റ്റമിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുകയല്ലോ, ഹിസ്റ്റമിനെ ഡീറ്റോക്സിഫൈ ചെയ്ത് ഒരു വേറെ ഹിസ്റ്റമിൻ അല്ലെന്നാക്കി കളയും. പക്ഷെ ഡയമിൻ ഓക്സിഡേസ് എന്ന് പറഞ്ഞ DOA എന്ന് പറയും, അങ്ങനെ ഒരു എൻസൈം ഉണ്ട്. ഇപ്പൊ ചിലർക്ക് ജന്മനാ ആ എൻസൈം കുറവായിരിക്കും. ഈവൻ നമ്മുടെ ഹിസ്റ്റമിൻ നമ്മൾ ചില ഫുഡിൽ പോലും ഉണ്ട്, പലതരം ഫുഡിലും ഹിസ്റ്റമിൻ ഉണ്ട്. അപ്പൊ ഈ ഡയമിൻ ഓക്സിഡേസ് എന്ന എൻസൈം കുറവുള്ളവർക്ക് ഈവൻ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ പോലും വേണ്ട, അല്ലാതെ തന്നെ ഹിസ്റ്റമിനോട് വേറെ റിയാക്ട് ചെയ്യും. അതായത് ഹിസ്റ്റമിൻ കൂടുതലാ കഴിക്കുന്ന ഫുഡിൽ നിന്ന് തന്നെ. പ്രത്യേകിച്ച് നമ്മൾ പറയും ഈ ഓൾഡ് ഫിഷ്, കുറച്ച് നമ്മളറിയലായിരിക്കും, ഇപ്പൊ കുറച്ച് പഴയ മീനൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഹിസ്റ്റമിൻ കണ്ടന്റ് കൂടുതലായിരിക്കും. ഇപ്പൊ ചിലർക്കൊക്കെ വരുമല്ലോ, മീനൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഛർദിലും ഡയറിയൊക്കെ വരും. അപ്പൊ എല്ലാവർക്കും വരണമെന്ന് നിർബന്ധമില്ല, ഇപ്പൊ ചിലർക്ക് മാത്രമായിരിക്കും. അപ്പൊ അത് ആ ഫിഷിലെ ഒരു പ്രോബ്ലം കൊണ്ടല്ല, ആ പഴയിരുന്ന് കഴിയുമ്പോഴേക്കും അതിനകത്ത് ഹിസ്റ്റമിൻ കണ്ടന്റ് കൂടും. അപ്പൊ അത് കഴിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പ്രോബ്ലം ഉള്ളവർക്ക് അതും റിയാക്ഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ജനറലി അലർജിക് ആയിട്ടുള്ളവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളോട് മോർ റെസ്പോൺസീവ് ആയിരിക്കും. പിന്നെ അത് പറയുന്നത് നമ്മൾ ഈ IgE മീഡിയേറ്റഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് വരുന്നതാണ്, ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ആയിരിക്കും അതിന് ടൈപ്പ് 1 റിയാക്ഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ടൈപ്പ് 2 റിയാക്ഷൻ ഉണ്ട്, അത് കുറച്ചും കൂടെ താമസിച്ചായിരിക്കും വരുന്നത്, യൂഷ്വലി ഫ്യൂ അവേഴ്സ് എടുക്കും. അത് IgGയും IgMഉം മീഡിയേറ്റഡ് ആണ്. പിന്നെ ടൈപ്പ് 3 റിയാക്ഷൻ ഉണ്ട്, അത് ശരിക്കും ഇമ്മ്യൂൺ കോംപ്ലക്സ് മീഡിയേറ്റഡ് ആണ്. അത് IgGയും കോംപ്ലിമെന്റ്സും കൂടെ കൂടിയൊരു ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. യൂഷ്വലി അതിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ അലർജി പോലെ ആയിരിക്കുകയല്ല, അല്ലെ ചൊറിച്ചിലോ മറ്റേ പെട്ടെന്നുള്ള തുമ്മലും ആസ്മയോ ഒന്നും ആയിരിക്കുകയല്ല വരുന്നത്, അല്ലെങ്കിൽ ചൊറിഞ്ഞു തടിച്ച് വീർത്തു വരുന്നതൊക്കെ, അതൊക്കെ യൂഷ്വലി IgE മീഡിയേറ്റഡ്. ഇതിൽ വരുന്ന ഒരു ഓട്ടോഇമ്മ്യൂൺ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആയിരിക്കും. ചില കിഡ്നിയിൽ വരുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം, നെഫ്രൈറ്റിസ്, അങ്ങനത്തെ കുറെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. അതൊക്കെ ഈ ഇമ്മ്യൂൺ കോംപ്ലക്സ് മീഡിയേറ്റഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഒരു ടൈപ്പ് 4 ഉണ്ട്, അതിനാണ് സൈറ്റോടോക്സിക്, അതായത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ് അവിടെ. അത് പതുക്കെ സ്ലോ ആയിരിക്കും, ചിലപ്പോൾ 2, 3, 4 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 2-3 ഡേയ്സിൽ തന്നെ വരാം, ചിലപ്പം വീക്സ് വരും. അതൊരു ടൈപ്പ് 4 ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻ. അത് യൂഷ്വലി പ്രസന്റ് ചെയ്യുന്നത് നമ്മളൊരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആയിട്ടായിരിക്കും, അതായത് കുറച്ചും കൂടെ അഗ്രസീവ് ഡിസീസും അല്ലെങ്കിൽ സ്ലോ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ട് പോകുന്ന പോലെയുള്ള. മറ്റേത് IgE ഒക്കെ ആണെങ്കിൽ മീഡിയേറ്റഡ് അലർജിയൊക്കെ തുമ്മൽ വന്നു ഇത് വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഒന്നാ മരുന്നെടുത്ത് പെട്ടെന്ന് അങ്ങ് പോകും. മറ്റേത് അങ്ങനെ ആയിരിക്കുകയല്ല, അതൊരു പതുക്കെ ഇങ്ങനെ പ്രോഗ്രസീവ് ചെയ്ത് നമ്മുടെ ബോഡിയിലെ സെൽസിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു നിലയിലേക്കായിരിക്കും പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളെപ്പോഴും പ്രതിരോധ ശേഷി, മലയാളത്തിൽ പറയുമ്പോൾ നമ്മളെപ്പോഴും പ്രതിരോധ ശേഷി എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധം മാത്രമല്ല, അതിന്റെ ഹീലിംഗ് പാർട്ട് അല്ലെ നമ്മുടെ റിപ്പയർ വർക്ക്, അതും ഇമ്മ്യൂൺ സിസ്റ്റം തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ അറ്റാക്കിന് ഒരു ഗ്രൂപ്പ്, പിന്നെ അത് റിപ്പയർ ചെയ്യാൻ. ഇപ്പൊ നമുക്കറിയാലോ, യുദ്ധത്തിലൊക്കെ ആണെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നവരുണ്ട്, അതിന് പുറകെ നിന്ന് എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ വരുന്നതൊക്കെ കറക്റ്റ് ചെയ്ത്, ഒരു ബ്രിഡ്ജ് പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ഉണ്ടല്ലോ. അപ്പൊ എന്ത് ഒരു റിയാക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ല് തന്നെ നശിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളുടെ ഒരു അലർജൻ വന്നൊരു സെല്ലിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സെല്ല് തന്നെ ഡാമേജ് ആവും. അപ്പൊ ആ സെല്ലിനെ മാറ്റി പുതിയതിനെ ഉണ്ടാക്കണം. വലിയ ഡാമേജ് വന്നില്ല റിപ്പയർ ചെയ്യണം. ഈ റിപ്പയർ വർക്ക് ചെയ്യുന്നതിന് ആന്റി ഇൻഫ്ലമേഷൻ എന്ന് പറയും. അപ്പൊ ഇൻഫ്ലമേഷനെ മീഡിയേറ്റ് ചെയ്യുന്നത് ഒരു omega-6 എന്ന് പറഞ്ഞൊരു ഫാറ്റ് ഉണ്ട്. നമ്മുടെ ഫുഡിലും നമ്മളുടെ പ്ലെന്റി ആയിട്ടുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന നട്ട്സ്, ഓയിൽ സീഡ്സ്, കുക്കിംഗ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ എല്ലാം ഉള്ളതാണ് omega-6. അതിന്റെ ഒരു ഹയർ ഫോമിന് പറയും അരക്കിഡോണിക് ആസിഡ് എന്ന് പറയും. അത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. ഒരു എസെൻഷ്യൽ ഫാറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ പോലെയാണ്. omega-3 omega-6 നമുക്ക് ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അത് പുറത്തുനിന്ന് കിട്ടിയേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേഷനെ കൺട്രോൾ ചെയ്യുന്ന omega-3 നമ്മൾ പറയല്ലോ, omega-3 കഴിക്കണം, ചാള കഴിച്ചാൽ നല്ലതാ, സാൽമൺ കഴിച്ചാൽ നല്ലതാണ് എന്ന് പറയുന്നത്. ഈ omega-3 ആണ് ആന്റി ഇൻഫ്ലമേറ്ററി അല്ലെ ഹീലിങ്ങിനെ സഹായിക്കും. ബേസിക്കലി ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ്, ഒരിടം രണ്ടും ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോ ഈ അലർജിക്കൊക്കെ കൂടാനുള്ള ഒരു മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോഴത്തെ ഫുഡിൽ നമ്മൾ നട്ട്സും ഓയിൽ സീഡ്സും വെജിറ്റബിളും ഒക്കെ ഒത്തിരി കൂടുതലാണ്. അതിലെല്ലാം omega-6 വെരി ഹൈ ആണ്.
omega-3 ജനറലി മിക്കവാറും ഫുഡിൽ വളരെ കുറവാണ്. കുറച്ച് വല്ലതും ഗ്രീൻ ലീഫി വെജിറ്റബിൾ അല്ലെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്ന ഉലുവ, ഉഴുന്ന്, ഇതിലൊക്കെയാണ് കുറേശ്ശെ നമ്മൾ സാധാരണ, കുറച്ച് കടുക്, ഇതിലൊക്കെയാണ് കുറേശ്ശെ ഉള്ളത്. പിന്നെ നമ്മൾ സാൽമൺ നമുക്ക് ഇവിടെ കിട്ടാറില്ല. പിന്നെ ഉള്ളത് ചാളയാണ്, അതിനകത്തൊക്കെയാണ് കുറച്ച് കിട്ടുന്നത്. അപ്പൊ വളരെ കുറച്ച് omega-3യും ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് omega-6 കൂടെ വരുമ്പം ആ ഇൻകോമ്പാറ്റബിലിറ്റി വരുവാണ്. അപ്പൊ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇൻഫ്ലമേഷൻ, അതായത് അറ്റാക്ക് മോഡ് ഭയങ്കര കൂടുതലാണ്, പക്ഷെ ആന്റി ഇൻഫ്ലമേഷൻ നടക്കാതെയും പോകുന്നു. അതാണ് നമുക്ക് ഇപ്പോഴത്തെ രോഗത്തിന്റെ, ശരിക്കും പറഞ്ഞാൽ എല്ലാ ഇൻഫ്ലമേറ്ററി രോഗങ്ങളും, ശരിക്കും എല്ലാ ജീവിതശൈലി രോഗങ്ങളും കൂടുവാണ്. എല്ലാ ജീവിതശൈലി രോഗങ്ങളും ഇൻഫ്ലമേറ്ററി ആണ്. അതിന്റെ ഒരു റീസൺ ഈ omega-3-6 ബാലൻസിനുള്ള ഒരു പ്രോബ്ലമാണ്. നെക്സ്റ്റ് അലർജിയുടെ കാരണം എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. ഇപ്പം വൈറ്റമിൻ എയോ ബിയോ ഡിയോ സിയോ ഏതെങ്കിലും ഒക്കെ കുറവുണ്ടെങ്കിലും നമ്മുടെ മെറ്റബോളിസത്തെ അത് ബാധിക്കും. അപ്പം മെറ്റബോളിസത്തെ ബാധിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ഈ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഓരോരോ കെമിക്കലാണ്. അതിലൊരു വലിയ ഗ്രൂപ്പ് പ്രോട്ടീനാണ്. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പം നമ്മൾ പ്രോട്ടീൻ ഉള്ളത് കൂടുതൽ കഴിക്കണം. ഇറച്ചി, മീൻ, മുട്ട, പയറുവർഗ്ഗങ്ങളൊക്കെ പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡാന്ന് നമ്മൾ പറയും. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അമിനോ ആസിഡ്സ് ആക്കി ആണ് അതിനെ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്നത്. അതിനെ വെച്ചിട്ട് നമ്മുടെ ലിവർ ഈ വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടാക്കുക. അപ്പൊ ഈ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പ്രോപ്പർ അളവിൽ ഉണ്ടാകുന്ന പ്രോട്ടീന്റെ ക്വാളിറ്റി ഉണ്ടാവില്ല. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ മാത്രമല്ല, ഇതിനൊരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഉണ്ട്. ഇതിന്റെ കേർവ്സ് പോലും, നമ്മൾ ഈ പിള്ളേരെയൊക്കെ ജിക്സോ പസിലൊക്കെ കൊടുക്കില്ല, അതിന്റെ കേർവ് ഓരോടത്തും ഒരു ഷേപ്പ് ആയിരിക്കില്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് പോലും കറക്റ്റ് ആയാൽ മാത്രമേ ഓരോ റിസപ്റ്ററിലും ഒക്കെ ഇതിന് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കറക്റ്റ് അല്ലാത്ത പ്രോട്ടീനുകൾ ഉണ്ടാക്കുമ്പോൾ ഇത് കോമ്പാറ്റബിൾ ആയി പോകും. അപ്പൊ അങ്ങനെ വരുന്നതും ഇപ്പൊ അതായത് നമ്മളൊരു പ്രോട്ടീൻ ഉണ്ടാക്കി, ഒരു ആന്റിബോഡി ഉണ്ടാക്കി, അതിന്റെ ഫോൾഡിങ് ശരിയായിട്ടില്ലെങ്കിൽ മതി, അത് ഓക്കെ ഇല്ല. അതുപോലെ അല്ലെങ്കിൽ അത് അബ്നോർമലായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ ഒരു ഹോർമോൺ ഉണ്ടാക്കിയാൽ അതിന്റെ ആ 3 ഡയമെൻഷൻ സ്ട്രക്ചറും കൂടെ കറക്റ്റ് ആയില്ലെങ്കിൽ അതിന് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന ഇതിന് കാരണം ഒന്ന് ടോക്സിൻസ് ഓവർലോഡ് വന്നാലും വരും, അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വന്നാലും വരും. പിന്നെ omega-3-6 ബാലൻസ് തെറ്റിയാലും ഇതെല്ലാം തകരാറിലാവും. നെക്സ്റ്റ് നമ്മൾ അലർജി കൊണ്ടുണ്ടാകുന്ന രോഗത്തെ കുറിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ അലർജി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും നമ്മുടെ ഒരു പുഴു തൊട്ട് നമ്മൾ ചൊറിഞ്ഞ് തടിച്ചു വരുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസെക്ട് ബൈറ്റ്, കൊതുകുത്തി, ചിലർക്ക് അത് തന്നെ തടിച്ചു വരാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു അതിനകത്തുനിന്ന് വരുന്ന റിയാക്ഷനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എയറിൽ നിന്നുള്ളത് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും തുമ്മൽ അല്ലെങ്കിൽ ആസ്മ ആയിരിക്കും. ഈ ആസ്മ എന്ന് പറയുന്നത് ശരിക്കും റെസ്പിറേറ്ററി, ശ്വാസനാളത്തിന് വരുന്ന അലർജി വരുമ്പം അവിടുത്തെ മസിൽ കൺട്രാക്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും നമ്മൾ ശ്വസിക്കുന്ന സാധനത്തിന് ഒരു വിഷാംശമോ അതിന് പറ്റാത്തതുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താ, നമ്മുടെ ശ്വാസനാളം അതിനെ കൺട്രാക്ട് ചെയ്ത് അവിടെ ബ്ലോക്ക് ചെയ്യാൻ നോക്കും, അങ്ങോട്ട് കടത്തി വിടാതിരിക്കാൻ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു റിയാക്ഷൻ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതും കൺട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ശ്വാസത്തിനേൽ പോകാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ കുറെ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ ഒന്നും നീർക്കെട്ട് വരും, വെള്ളം പുറത്തേക്ക് വരാൻ തുടങ്ങും, നമ്മുടെ എല്ലാം ഫ്ലൂയിഡ് നിറയും. അതാണ് ശരിക്കും ആസ്മയിൽ നമുക്ക് അതിന്റെ സിമ്പിൾ എക്സാമ്പിൾ ഒന്ന് നോക്കി തന്നെ കാണാം. എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ തുമ്മാൻ തുടങ്ങും, തുമ്മിക്കഴിഞ്ഞു കഴിയുമ്പോൾ ആദ്യം തുമ്മുന്നതൊരു പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സ്, അതിന് കളയാൻ നോക്കുവാണ് തുമ്മി. പക്ഷെ അത് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും അവിടെ മൂക്ക് അടയാൻ തുടങ്ങും, മൂക്കിന് വെള്ളം ഒഴുകാൻ തുടങ്ങും. ഇങ്ങനെയാണല്ലോ നടക്കുന്നത്. അപ്പൊ അതേ സെയിം റിയാക്ഷൻ തന്നെ മൂക്കി നടക്കുമ്പോൾ തുമ്മലും ഇതായിട്ടായിരിക്കും. പക്ഷെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രോങ്കിയോൾസിലേക്കൊക്കെ വരുമ്പോഴേക്കും അത് ആസ്മയായി മാറും. ഇത്രയും ഡിഫറൻസേ ഉള്ളൂ. ആസ്മ അല്ല, മറ്റേ ഇതെന്ന് പറയുന്നത് റെസ്പിറേറ്ററി അലർജി നടത്താൻ മതി. സ്കിന്നിൽ വരുമ്പോൾ അത് ഇച്ചിങ് ആയിട്ട് വരും, ചൊറിച്ചിലുമൊക്കെ. പിന്നെ ഇപ്പം നമ്മൾ ചില ഫുഡ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് തലവേദനയായിരിക്കും വരുന്നത്. അത് രക്തക്കൊഴലുകൾക്ക് അതിനെ അഫക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തലവേദനയായിട്ട് വരാം. ഈവൻ രക്തക്കൊഴലുകളെ അഫക്റ്റ് ചെയ്യുന്ന അലർജിയുടെ ഒരു ഏറ്റവും സീരിയസ് അലർജി, നമ്മൾ ഏറ്റവും സീരിയസ് അലർജി എന്ന് പറയുന്നതിനാണ് അനഫിലാക്സിസ് എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് അങ്ങ് ആൾക്ക് പൾസൊക്കെ കുറഞ്ഞു അങ്ങ് ബോധമില്ലാതെ പോവുകയോ അല്ലെങ്കിൽ തലറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്നത്.
നമുക്ക് ഏറ്റവും ഈവൻ മരണം വരെ സമയം നമ്മൾ ഈ പെൻസിലിൻ ഇഞ്ചക്ഷൻ, ചില മരുന്ന് മാറിപ്പോയി കുത്തിവെച്ചെന്നൊക്കെ പറയല്ലേ, പലപ്പോഴും മരുന്ന് മാറുന്നതാവണമെന്നില്ല, ഈ മരുന്നിനോടുള്ള അലർജി വന്നിട്ട് പെട്ടെന്ന് മരിച്ചു വരുന്ന സിറ്റുവേഷൻ, അതിനാണ് അനഫിലാക്സിസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെ പോയിസൺ, ഇൻസെക്ട് ബൈറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാലും സെയിം റിയാക്ഷൻ വരെ, കുളവ് കുത്തുക, തേള് കുത്തുക, എല്ലാവർക്കും അത്രയും വരണമെന്നില്ല. ചിലർക്കൊക്കെ അവിടെ ഇത് വന്നതേ ഉള്ളൂ, ചിലർക്കത് അനഫിലാക്സിസ് റിയാക്ഷനിലേക്ക് പോകും. അങ്ങനെ വരുമ്പോഴാണ് ഈ ബി ബൈറ്റും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ആളുകൾ പെട്ടെന്ന് മരിക്കാൻ ഇടയാകുന്നത്. അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഹോൾ ബോഡിയിൽ ഈ റിയാക്ഷൻ അങ്ങ് വരികയാണ്. അപ്പം ബ്ലഡ് ഒക്കെ ഊസ് ഔട്ട് ചെയ്ത് പോകും, ബ്ലഡ് വെസൽസിൽ ബ്ലഡ് ഇല്ലെന്നാവും, ഹാർട്ടിലേക്ക് ബ്ലഡ് ഇല്ലാതെ വരും, പമ്പ് ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ വായ്ക്കകത്തും ശ്വാസകോശത്തിലും ഒക്കെ നീർക്കെട്ട് വന്ന് ശ്വാസം എടുക്കാൻ പറ്റാതെ വരും. ഇതാണ് അനഫിലാക്സിസ് എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് വേണമെങ്കിലും പോകാം. പിന്നെ വേറൊരു രീതിയിൽ നമ്മളൊരു ചെറിയ രീതിയിലുള്ള ഇതാണെങ്കിൽ ഇവൻ ചിലർക്ക് തലവേദനയായിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഇതിന്റെ വേറൊരു ഫോമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, വൺസ് അലർജിന്ന് പിന്നെ കൂടിക്കഴിഞ്ഞിട്ട് അലർജി കൊണ്ടുള്ള തലവേദന വരും. അത് ചില സാധനങ്ങൾ കഴിക്കാൻ, ചോക്ലേറ്റ്, ചിലർക്ക് ചില സാധനമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തലവേദന വരും, ചോക്ലേറ്റ് പോലെയുള്ളത്. അതുപോലെ ഈ ചിലർക്ക് ഈ നമ്മുടെ ചൈനീസ് സോൾട്ട് എന്ന് പറയുന്ന അജിനോമോട്ടോ ഇട്ട ഫുഡ്, അങ്ങനെ പലതിനോടും ഉണ്ട്. ആർട്ടിഫിഷ്യൽ നാച്ചുറൽ സാധനങ്ങളോടും ചിലർക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്റ്റൈനൽ അലർജി വരാം. ഇൻഡസ്റ്റൈനൽ അലർജി വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഛർദിലൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഇതും കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അലർജി പോകുമ്പോഴാണ് സൈനസൈറ്റിസ് ഒക്കെ ആയിട്ട് മാറുന്നത്. ഈ അലർജി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു കഴിഞ്ഞാൽ, അതായത് നമുക്ക് പറ്റാത്ത ഫുഡ് കഴിക്കുകയോ, നമ്മൾ എയറിൽ നമുക്ക് പറ്റാത്ത, നമ്മൾ ഈ പെർഫ്യൂമോ, നമുക്കിപ്പോ എല്ലാത്തിലും ഇങ്ങനെ പല സ്മെൽ വരുത്തുന്ന ആർട്ടിഫിഷ്യൽ സാധനങ്ങളും വരുന്നല്ലോ. ഈവൻ ജസ്റ്റ് സോപ്പും ഹാൻഡ് വാഷും എല്ലാത്തിലും പലതരം കെമിക്കൽസ് വരുന്നു. ഇതെല്ലാം വോളറ്റൈലാണ്, എയറിലേക്കും വരും. ഇതൊക്കെ നമ്മുടെ മൂക്കിലേക്കും വന്ന് റിയാക്ട് ചെയ്യുന്നതും കൂടെയാണ്. അത് അങ്ങനെ റിപ്പീറ്റഡ് ആയി വരുമ്പം അത് സൈനസിന് ഇൻഫെക്ഷൻ ആകാം, ടോൺസിൽ ഇൻഫെക്ഷൻ വരാം, അഡിനോയിഡൈറ്റിസ് വരാം. അങ്ങനെ ഡിഫറെന്റ് രീതിയിൽ അത് പ്രസന്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സിംറ്റംസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കിന്നിലാണെങ്കിൽ ചൊറിച്ചിൽ വരും, അല്ല തടിച്ചു വരും, മൂക്കിലാണെങ്കിൽ തുമ്മും, കണ്ണ് ചൊറിയും, തൊണ്ട ചൊറിയാം, അതുപോലെ സ്നീസിങ്, നേസൽ ബ്ലോക്ക്, ലങ്സിൽ വരുമ്പോൾ വീസിങ്, പിന്നെ മ്യൂക്കസ് മെംബ്രെയിനിൽ വായിൽ അൾസർ വരുന്നത് കാണാറുണ്ടല്ലോ, വായിൽ അൾസർ വരാം. ഈവൻ നമ്മൾ പേഷ്യൻസ് കണ്ടിട്ടുണ്ട് അലർജി കൊണ്ട് ലേഡീസിന് വെജൈനൽ പ്രോബ്ലംസ് വരുന്നത്, വേദനയും ബുദ്ധിമുട്ടും പലപ്പോഴും ഇതൊക്കെ കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. അപ്പോൾ വെജൈനൽ പ്രോബ്ലം അവർ പറയുമ്പോൾ അതൊക്കെ നമ്മളെല്ലാം നോക്കും, ക്ലിയർ ചെയ്തൊക്കെ കൊടുത്തു, പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പറയും. അപ്പൊ എന്ത് കഴിച്ചിട്ട്, അപ്പൊ നമ്മൾ അത്ര ക്ലോസ്ലി മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെയൊക്കെയുള്ള ഡിസ്പെറോണിയ, അതായത് പല യൂറിൻ പാസ് ചെയ്യുമ്പോഴല്ലേ സെക്ഷൽ കോണ്ടാക്ട് ടൈമിലൊക്കെ പെയിൻ വരുന്ന അത്തരം പേഷ്യൻസ് പോലും കാണാം. അതൊക്കെ വളരെ റെയർ ആണ്, പക്ഷെ ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ്. അതുപോലെ മൗത്ത് അൾസേഴ്സ്, ചിലർക്ക് പ്രശ്നം ഇത് ഈ അലർജിയുള്ള സാധനം കഴിക്കുമ്പോഴേക്കും പൊട്ടുമായിരിക്കും ചെയ്യുന്നത്, കുമള പോലെ വന്ന് പൊട്ടും, അങ്ങനെ വരുന്നവരുണ്ട്. പിന്നെ ചിലർക്ക് വയറിന്റെ ആണെങ്കിൽ ഗ്യാസ്, വോമിറ്റിങ്, ഡയറിയ, ഈവൻ പൈൽസ് പോലും ഒരു ഫോം ഓഫ് അലർജിയാണ്. ശരിക്കും ഒരു ഓട്ടോഇമ്യൂൺ ഭാഗത്തിലാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് നമുക്കറിയാലോ പൈൽസ് വരുന്നതും പലപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടല്ലേ. എന്തെങ്കിലും നമ്മൾ തെറ്റിയ ഫുഡൊക്കെ കഴിച്ചല്ലേ, സദ്യയൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരിക്കും പൈൽസിലേക്ക് കൂടുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്ത് ടെസ്റ്റുകൾ ചെയ്താലാണ് നമുക്ക് അലർജി എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെ അറിയാനുള്ള ടെസ്റ്റുകൾ എന്നുള്ളതാണ്. നമ്മൾ അലർജി ഉള്ളൊരു പേഷ്യന്റ് ബേസിക്കലി നമ്മൾ IgE ലെവലും ബ്ലഡ് കൗണ്ടുമാണ് നമ്മൾ പ്രൈമറി ആയിട്ട് നോക്കുന്നത്. ഈ റിയാക്റ്റീവ് ആയിട്ടുള്ള പ്രത്യേകിച്ച് തുമ്മലും ശ്വാസത്തിലും ഇതൊക്കെ ഉള്ളവർക്ക് IgE ലെവലും ബ്ലഡ് കൗണ്ടിൽ ഇയോസിനോഫിൽസ് അതും കൂടുതലായിരിക്കും. ഇയോസിനോഫിൽസ് ആണ് IgE ആയിട്ട് റിയാക്ട് ചെയ്ത് ഇതിനെയൊക്കെ പുറത്തേക്ക് വിടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇയോസിനോഫീലിയയും ഉണ്ടാവും, IgE കൂടുതലായിരിക്കും. അതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ടെസ്റ്റ് ആണ്. ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് ചെയ്യാവുന്ന, ഇപ്പം പണ്ടൊക്കെയാണ് നമ്മൾ സ്കിന്നിൽ പ്രിക്ക് ചെയ്ത് അലർജന്റ് പാച്ച് ടെസ്റ്റും പ്രിക്ക് ടെസ്റ്റും ഒക്കെ ആയിരുന്നു. ഇപ്പൊ അതിന് വേറെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് തന്നെ ചെയ്യാം. കാരണം സ്കിന്നിലൊക്കെ പ്രിക്ക് ചെയ്യുമ്പോൾ ലിമിറ്റേഷൻ ഉണ്ട്, അതും കുറെ പാടുമാണ്. ഇപ്പൊ അതിന് 10, 100, 200, 300 ഐറ്റംസിന്റെ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെ സ്ഥിരമായിട്ട് വരാറുള്ള ഇൻഹേലന്റ്, ഫുഡ് ഐറ്റംസ്, കോണ്ടാക്ട് അലർജി, ഇതെല്ലാം നമുക്കിപ്പം ബ്ലഡിൽ കൂടെ അറിയാൻ പറ്റും.
ബ്ലഡ് ടെസ്റ്റിനകത്ത്. അതാണ് ഏറ്റവും ഇപ്പോഴത്തെ നിലയിൽ ഞാൻ ബേസിക്കലി ഇങ്ങനെ അലർജി പേഷ്യൻസിനെയൊക്കെ നോക്കുമ്പോൾ ഇതുപോലത്തെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും. ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള IgE മീഡിയേറ്റഡും IgG മീഡിയേറ്റഡ് അലർജീസിനും നമുക്ക് അതറിയാൻ പറ്റും. അറിയാനുള്ള ഒരു ഇഫക്റ്റീവ് ടെസ്റ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അത് നോക്കി അതിനോടാണ് നമ്മുടെ ബോഡി, അതായത് ഏത് ഭക്ഷണത്തിനോടാണ് അല്ലെ ഏത് എയറിൽ നിന്നുള്ള സാധനത്തിനോടാണ് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത്, അല്ലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ആന്റിബോഡീസ് ആണത്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്കൊന്ന് ചെയ്യാവുന്നത്. നെക്സ്റ്റ് ചെയ്യാവുന്ന ഇപ്പം ലങ് പ്രോബ്ലം ഉള്ളവർക്കാണെങ്കിൽ അവരെ എത്രമാത്രം അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ഉണ്ട്. പിന്നെ പലപ്പോഴും അലർജി ഉള്ളവർക്ക് ചിലപ്പം കിഡ്നിക്ക് ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് പോലെ വന്ന് കിഡ്നി ഫങ്ഷനെ അഫക്റ്റ് ചെയ്യാം. അപ്പൊ കിഡ്നി അലർജി ഉള്ളവരെല്ലാം കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് GFR നോക്കണം. ഏർലി സ്റ്റേജ് GFR-ലും അതുപോലെ യൂറിക് ആസിഡ് കൂടുന്നുണ്ടെങ്കിലും, അതായത് ജോയിന്റ് പെയിൻ ഒന്നും ഇല്ലാതെ യൂറിക് ആസിഡ് കൂടുകയാണ്, അല്ലെങ്കിൽ റീനൽ ഫങ്ഷനിൽ GFR കൂടുകയാണ്, അല്ലെ മൂത്രത്തിൽ എപ്പോഴും പ്രോട്ടീൻ കാണുന്നു, അങ്ങനെ ഉണ്ടോയെന്ന് പ്രത്യേകം നോക്കണം. കാരണം അലർജിയുടെ ഒരു വേറെ ലെവലാണ് ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോഴാണ് അത് ഓട്ടോഇമ്യൂൺ ഡിസീസ് ആയിട്ട് മാറുന്നത്. അത് നമ്മളുടെ മറ്റേതാണ് നമ്മൾ ഏതെങ്കിലും അലർജിയിലാണ് എന്താ സംഭവിക്കുന്നത്, നമ്മൾ സ്ഥിരം നമ്മൾ പറയുന്ന അലർജിയിലാണ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു അലർജന്റ് വന്ന ആ സെല്ലിന് നമ്മളുടെ സിസ്റ്റം ഡിസ്ട്രോയ് ചെയ്യണം. മറ്റേ ലേറ്റ് അലർജിക് റിയാക്ഷൻ, അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ലേറ്റ് റിയാക്ഷൻസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ച ഫുഡിൽ നിന്നുണ്ടാക്കി ചില സാധനങ്ങൾ പ്രോട്ടീനൊക്കെ ശരിയായിട്ടുള്ള സാധനം അല്ലെങ്കിൽ നമ്മുടെ സെല്ലിനെ തന്നെ പോയി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യും. നമ്മളുടെ സെല്ലിനെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഇതിനെ ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ നമുക്കിപ്പോൾ ഓട്ടോഇമ്യൂൺ ആന്റിബോഡീസ് ചെക്ക് ചെയ്യാം. അപ്പം അത് ഈ അലർജിയുടെ ഒരു ലെവൽ വിട്ട് കഴിയുമ്പോഴാണ് നമ്മളെ കാണുന്ന തൈറോയ്ഡ്, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്, ആർത്രൈറ്റിസ് ഇതിലേക്കൊക്കെ പോകുന്നത്. കുറെ നാൾ അലർജി ആയിട്ട് കഴിഞ്ഞു കഴിയുമ്പോഴേക്കാണ് അങ്ങനത്തെ ഇതിലേക്ക് പോകുന്നത്. പിന്നെ മിക്കവാറും ഇത്തരം ആൾക്കാർക്ക് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടാകും. അതായത് കൊളസ്ട്രോളിന് കൂടുതൽ, കാരണം മെറ്റബോളിസം എല്ലാം തെറ്റുകയാണല്ലോ എന്ന്. അതുപോലെ പ്രഷർ, ഷുഗർ ഇതെല്ലാം വരാനും, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് പ്രോബ്ലംസ് വരാനും ബ്ലോക്ക് വരാനും ഒക്കെ ഉള്ള സാധ്യതയും ഇത്തരം പേഷ്യൻസിൽ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ മറ്റ് സിസ്റ്റത്തിന് മറ്റെന്തെങ്കിലും കോമോബിഡിറ്റീസ് ഉണ്ടോ എന്നും കൂടെ നോക്കേണ്ടി വരും. നെക്സ്റ്റ് നമ്മൾ എന്താണ് എങ്ങനെയുള്ളവരിലാണ് ഈ അലർജി വരുന്നതെന്നാണ്. അപ്പൊ ഒന്ന് നമുക്ക് ജനറ്റിക് തന്നെ, ഇപ്പൊ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ അലർജിക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് നമ്മൾ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സാണ്. അപ്പൊ നമ്മൾ പൊള്യൂഷൻ കൂടുതലുള്ള, നമുക്ക് പറയാലോ ഡൽഹിയിലെയൊക്കെ സ്മോക്കും ഫോഗും ഒക്കെ വരുമ്പോഴേക്കും അവിടെ ഒത്തിരി പേർക്ക് അലർജി, ആസ്മ എല്ലാം കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് റോഡ് സൈഡിൽ താമസിക്കുന്നവർക്ക് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഡസ്റ്റ് ഉള്ള ഫാക്ടറികളുടെ അടുത്തൊക്കെ താമസിക്കുന്നവർക്ക് ആസ്മയ്ക്ക്, അത് എയർ പൊള്യൂഷൻ ആണ് അതിനകത്തൊരു മേജർ കാര്യമാകുന്നത്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒരു മെയിൻ ഇതാണ്. കാരണം ഫുഡിനകത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു മൂക്കിലൊന്നും മാത്രമല്ല, നമ്മൾ വയറിനകത്തു നിന്നല്ല എല്ലായിടത്തും വർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ഒത്തിരി കളറും പ്രിസർവേറ്റീവ്സും എല്ലാം ഉള്ള ജങ്ക് ഫുഡും ഒക്കെ കൂടെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആകെ ഡീറെയിൽഡ് ആകും. അവർക്ക് വർക്ക് ലോഡ് കൂടും, അവർ ഡീറെയിൽ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ളവരിൽ പ്രത്യേകിച്ച് കോസ്മെറ്റിക്സ്, അതുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് കോസ്മെറ്റിക്സ്, പെർഫ്യൂംസ്, ഈ ബോഡി കെയർ ലോഷൻസ്, ഈവൻ പേസ്റ്റ്, സോപ്പ്, ഇതിലെല്ലാം ഒത്തിരി കെമിക്കലും ഉണ്ട്. അതിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ഈവൻ നമ്മളിപ്പം റൂം ഫ്രഷ്നേഴ്സ്, ടോയ്ലറ്റ് ഫ്രഷ്നർ, എല്ലാത്തിനും സ്മെല്ലും ഒക്കെ ആയിട്ട് ശരിയാണ്. റൂമിലേക്കൊക്കെ കയറുമ്പം നമുക്കൊരു നല്ല സ്മെല്ലും ഒക്കെയാണ്. പക്ഷെ അത് പ്ലീസിങ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഇതെല്ലാം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സ്ട്രെസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാലോ പല പെർഫ്യൂമും അടിച്ച ആൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തലവേദന വരെ വരും. പലർക്കും അത് പല പെർഫ്യൂമും ഒന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഓർക്കണം, പെർഫ്യൂം ഒക്കെ അടിക്കുമ്പോൾ അത്യാവശ്യം വേണം, ഏറ്റവും മൈൽഡ് ആൻഡ് ഏറ്റവും മിനിമം മാത്രം യൂസ് ചെയ്യുക. അതിനും ദോഷമാണ്, ഇവൻ മറ്റുള്ളവർക്കും അത് വലിയ ഡിസ്കംഫർട്ടാണ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് പല ന്യൂട്രീഷണൽ ഇംബാലൻസും, അതാണ് ന്യൂട്രീഷൻ. ഇപ്പം ഏതെങ്കിലും ഒരു വൈറ്റമിൻ, ഇപ്പം നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഡെഫിഷ്യൻസി കാണിക്കുന്ന വൈറ്റമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നമ്മൾ 100 പേര് നോക്കുകയാണെങ്കിൽ
സപ്ലിമെന്റ് എടുക്കുന്നില്ലെങ്കിൽ 99 പേർക്കും കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വൈറ്റമിൻ്റെ കുറവുണ്ടെങ്കിൽ മതി ഇത്തരം പ്രോബ്ലംസ്. അത് ഇമ്മ്യൂണോളജിക്കൽ, കാരണം ഇമ്മ്യൂണിറ്റി, വൈറ്റമിൻ ഡി ഒക്കെ വെരി ഇമ്പോർട്ടൻറ്റ് റോളാണ് ഇമ്മ്യൂണിറ്റിയിലുള്ളത്. പ്രത്യേകിച്ചും ഈ ട്രാൻസ്ക്രിപ്ഷൻ ലെവലിലൊക്കെ, അതായത് നമ്മൾ ഓരോന്നിനും ഓരോ ഒരു ഓർഡർ കൊടുക്കണമല്ലോ. നമ്മളിപ്പം ഒരു ഹോട്ടലിൽ പോയി ഫുഡിന് ഓർഡർ കൊടുക്കുന്ന പോലെ തന്നെ ഒരു പ്രോട്ടീനെ ഉണ്ടാക്കണമെങ്കിലും അല്ലെങ്കിൽ ഒരു കെമിക്കലിനെ ഉണ്ടാക്കണമെങ്കിലും നമ്മൾ ഫൈനലി നമ്മൾ ന്യൂക്ലിയസ്, ഓരോ സെല്ലിന്റെ ന്യൂക്ലിയസിൽ നിന്നുള്ള ഓർഡർ വരണം. ആ ഓർഡർ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് അതിനൊക്കെ ഈ വൈറ്റമിൻ ഡി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ ഡിയുടെ ഫൈനൽ ഫോം കെൽസിട്രോൾ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന നേരത്തെ ന്യൂക്ലിയർ ലെവലിലാണ്. അപ്പൊ അതിനൊക്കെ പ്രോബ്ലം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നാൽ അത് തന്നെ ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ട് മാറും. പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ ഒത്തിരി ഫുഡിലും എല്ലാം കോസ്മെറ്റിക്സും ഫുഡും അങ്ങനെ അത് വെറൈറ്റി ഓഫ് ഫുഡും വരുന്നത്. ഈവൻ നമ്മളിപ്പോ എല്ലാവർക്കും ഒരു ശീലമുണ്ട്, പല സീരിയൽസ് ആണെങ്കിൽ ഒരു 3-4 സീരിയൽ, ഗോതമ്പ്, മരി എല്ലാം കൂടി പിന്നെ കുറച്ച് മില്ലറ്റും എല്ലാം കൂടി പൊടിച്ചൊരു ഇതാക്കിയിട്ട് ആട്ടയാക്കി അത് വെച്ചുണ്ടാക്കുക. അല്ലെങ്കിൽ പച്ചക്കറി ആണെങ്കിൽ എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട്. പക്ഷെ അതെല്ലാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സ്ട്രെസ്സാണ്. നമുക്ക് ഇങ്ങനെ എല്ലാം കൂടെ കഴിക്കുമ്പോൾ നമുക്ക് ഏതിനോട് അലർജി എന്ന് പോലും നമുക്കും അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഏത് വേണം ഏത് വേണ്ടെന്ന് അറിയാൻ മേലാത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈല്. ഇപ്പൊ നമ്മളുടെ രക്തയോട്ടമൊന്നും ഇല്ലാതെ നമ്മളുടെ സെല്ലുലാർ വേസ്റ്റ് തന്നെ അവിടെ ഇവിടെയും കെട്ടിക്കിടക്കും. അപ്പം ഇതും നമ്മളുടെ അലർജിക് റിയാക്ഷൻ കൂട്ടാൻ കാരണമാകും. അപ്പൊ നമുക്ക് ഓവറായിട്ടുള്ള ടോക്സിൻസ് ചെല്ലുന്നതും അതുപോലെ രക്തയോട്ടം ഇല്ലാതെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ വരുന്നതും ഒരു മെയിൻ റീസൺ ആണ്. പിന്നെ ഒബേസിറ്റിയും വെരി കോമൺ ആണ്. ഈവൻ ഒബേസ് അല്ലാത്തവർക്ക് പോലും നമ്മുടെ ബോഡിയിൽ കൊഴുപ്പിന്റെ അളവ് കൂടുതലായിരിക്കും. അത് ഈ കൊഴുപ്പ് മുഴുവനും നമ്മൾ ഈ നട്ട്സും കശുവണ്ടിയും കപ്പലണ്ടിയും ബദാമും നല്ല ഫ്രൈഡ് ഐറ്റംസ് വെജിറ്റബിൾ ഓയിലിൽ ഫ്രൈ ചെയ്ത സാധനമൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരിക്കുന്ന വെയിറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് വീണ്ടും കൂടുതലായിരിക്കും. അലർജി വരാനുള്ള പോസിബിലിറ്റി വീണ്ടും കൂടുതലായിരിക്കും. നെക്സ്റ്റ് നമ്മൾ അലർജിക് ഡിസോർഡേഴ്സ്, ഇപ്പൊ അസ്മ ആണെങ്കിലും സ്കിൻ പ്രോബ്ലം ആണെങ്കിലും എന്തിനാണെങ്കിലും എന്താണ് ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ്. പലതരത്തിലുള്ള ഇപ്പൊ നമ്മൾ എന്താണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എല്ലാം സിംറ്റമാറ്റിക് റിലീഫ്. തുമ്മലാണ്, തുമ്മൽ കുറയ്ക്കണം. മൂക്കടപ്പാണെങ്കിൽ മൂക്കടപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആ മൂക്കിന്റെ ബ്ലോക്ക് മാറണം. ശ്വാസമുട്ടലാണെങ്കിൽ നമ്മൾ ശ്വാസനാളികളെ വികസിപ്പിക്കാനുള്ളതാണ്. ഇതെല്ലാം ഒരു ഇമ്മ്യൂണോ സപ്രസൻ രീതിയിലുള്ള മരുന്നുകളാണ് ഇതിനകത്തെല്ലാം വരുന്നത്. അത് ഇഞ്ചക്ഷൻ ആയിട്ടുണ്ടാകാം, ഓർലി കഴിക്കുന്നതാകാം, മൂക്കി ഡ്രോപ്പ് ആയിട്ട് കഴിക്കാം, അല്ലെ സ്പ്രേ ആകാം, ഇൻഹേലർ ആകാം, എല്ലാം ഈ ഡിഫറെന്റ് രീതിയിലായിരിക്കും. അപ്പൊ കൂടുതൽ സിറ്റുവേഷനിലാണ് ഇഞ്ചക്ഷൻ ആയിട്ട്, പ്രത്യേകിച്ച് സ്റ്റീറോയിഡും അതുപോലെ അനഫിലാക്സിസ് റിയാക്ഷൻ മരുന്നൊക്കെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പെട്ടെന്ന് തലകറക്കം വരുമോ അല്ലെ ഇൻസെക്ട് ബൈറ്റ് ഒക്കെ വരുമോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അഡ്രിനാലിൻ എന്നുള്ള ഒരു മെഡിസിൻ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ സ്റ്റീറോയിഡ്സ്, ഹൈഡ്രോകോർട്ടിസോൺ എന്നൊക്കെ പറഞ്ഞ മരുന്ന്. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ആസിറ്റസിൻ എന്നൊക്കെ പറഞ്ഞ ആന്റി ഹിസ്റ്റമിൻ ഗ്രൂപ്പിൽ വരുന്നതാണ്. പിന്നെ ലുക്കോട്രിൻസ് എന്ന് പറഞ്ഞാണ് വേറൊരു ഗ്രൂപ്പ്, അത് മോണ്ടുലുക്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്ഥിരം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന അലർജന്റ് തന്നെ ഇഞ്ചെക്ട് ചെയ്തിട്ട്, ഇപ്പൊ നമുക്കൊരു സാധനത്തിനോട് അലർജി അതിന്റെ തന്നെ ആന്റിജനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് തന്നെ ബോഡിയിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്ത് ചില അലർജി സ്പെഷ്യലിസ്റ്റ് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അത് സെൽഫായിട്ട് തന്നെ ഇഞ്ചെക്ട് ചെയ്യുക, ഇവൻ ഇൻഹേൽ ചെയ്യുക, അങ്ങനെ പല രീതിയിൽ ചെയ്യുന്ന ഒരു നാക്കിനടിയിലിടുന്ന അങ്ങനെ ഡിഫറെന്റ് രീതിയിലുള്ള ഇമ്മ്യൂണോ ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി ഉണ്ട്. പിന്നെ അതുകൂടാതെ അലർജി ഇപ്പം വേറൊരു ലേറ്റസ്റ്റ് ഈ സ്റ്റിറോയിഡ്സും ഒന്നും ഏക്കാതെ വരുന്നവർക്കാണ് മോണോക്ലോണൽ ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ബയോളജിക്കൽസ് എന്ന് പറയുന്ന ഒരു ലേറ്റസ്റ്റ് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി ഉണ്ട്. അത് യൂഷ്വലി ഇഞ്ചക്ഷൻസ് ആയിട്ടാണ്. അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അതിനൊരു 10,000 to 40,000 ഒക്കെ ഒരു ഇഞ്ചക്ഷന് തന്നെ കോസ്റ്റ് വരും. അത് മറ്റതൊന്നും ഏക്കാതെ വരുന്ന സാഹചര്യത്തിൽ അത്ര സിംറ്റമാറ്റിക് ആയിരിക്കുമ്പോൾ മാത്രം കൊടുക്കുന്നതാണ്. പിന്നെ ഒരു സർജറി എന്താണ്, ഈ അലർജിക്ക് സർജറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡയറക്ട്ലി അലർജിക്ക് സർജറി ഇല്ല. പക്ഷെ അലർജിക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന അലർജി വന്നിട്ടാണ് ഈ മൂക്കിൽ പോളിപ്പ് വരിക, മൂക്ക് തടസ്സം വരിക, അതുകൊണ്ട് ഉറങ്ങാൻ പറ്റാതെ വരിക, സ്ലീപ്പ് അപ്നിയ പോലെ ശ്വാസം വിടാൻ പറ്റാതെ വരിക, ഇങ്ങനെയൊക്കെ വരുമ്പം പലതരം ഓപ്പറേഷനുകളും ചെയ്യാറുണ്ട്. പിന്നെ പലപ്പോഴും അലർജി കൂടി കഴിഞ്ഞു കഴിയുമ്പം റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരാൻ തുടങ്ങും.
ടോൺസിലിന്, അഡനോയിഡ്സിന്, സൈനസുകൾക്ക് ഇൻഫെക്ഷൻ വരാം, അതുപോലെ പോളിപ്പ് വരാം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ യൂഷ്വലി സർജറി ചെയ്യുന്നത്. സൈനോയിഡ് സൈഡനോയിഡിനെ എടുത്തു കളയാം, ടോൺസിലിനെ എടുത്തു കളയാം. പിന്നെ എൻഡോസ്കോപ്പിക് ഫങ്ഷൻ എൻഡോസ്കോപ്പിക് സൈനസ് സർജറീസ് എന്ന് പറയുന്നത് FESS എന്ന് പറയുന്നത് അതൊക്കെ ഈ ENT സ്പെഷ്യലിസ്റ്റ് ആണ്. ബേസിക്കലി ഈ മൂക്ക് സംബന്ധമായിട്ട് എല്ലാത്തിൻ്റെയും സ്പെഷ്യലിസ്റ്റ് ENT ആണ്. ENT സർജൻസ് ആണ് ഇത്തരം. അതുപോലെ മൂക്കിന് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, അപ്പോൾ ഒരു മൂക്ക് അടഞ്ഞിരിക്കുന്ന പോലെ തോന്നും, അതിനു വേണ്ടിയിട്ട് ബ്ലോക്ക് ക്ലിയർ ചെയ്യാൻ, അങ്ങനെ കുറെ പല ടെർബിനോപ്ലാസ്റ്റി എന്നൊക്കെ പറഞ്ഞ് കുറെ ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ ശരിക്കും ഇൻ ഇഫക്റ്റ് അതെല്ലാം അലർജിയുടെ ആഫ്റ്റർ ഇഫക്റ്റുകളെ ഒന്ന് സിംറ്റമാറ്റിക് റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ബേസിക്കലി നമുക്കറിയാം ഈ മരുന്നുകൾ എടുത്താൽ ഈ ഓപ്പറേഷൻ പോലും ചെയ്തു കഴിഞ്ഞാലും പിന്നെ ഇതെല്ലാം റെക്കർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ അലർജനെ കണ്ടുപിടിച്ച് നമുക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ചിലർക്കൊക്കെ ചില ഈ പോളൻ പോലെയുള്ളതിനൊക്കെ ഈ ഡീസെൻസിറ്റൈസേഷൻ ട്രീറ്റ്മെന്റ് അത് മാറാറുണ്ട്. പക്ഷെ എന്നാലും കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഈ അലർജി വരാൻ തുടങ്ങും. പലപ്പോഴും ചൊറിച്ചിലായിരിക്കും, പിന്നെ അല്ലെങ്കിൽ ഡിലേഡ് ഓട്ടോഇമ്മ്യൂൺ റിയാക്ഷൻ കൊണ്ടുവരുന്ന ഈ ഓട്ടോഇമ്മ്യൂൺ ഡിലേഡ് അലർജിക് റിയാക്ഷനാണ് ഓട്ടോഇമ്മ്യൂൺ ഇതായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ തൈറോയിഡൈറ്റിസോ ആർത്രൈറ്റിസോ അല്ലെങ്കിൽ സ്കിന്നിൽ എക്സീമ പോലെയുള്ള പ്രോബ്ലംസും ഒക്കെ ആയിട്ടായിരിക്കും പലപ്പോഴും അത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പം ഒന്നും മറ്റൊന്നിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെയുള്ള ഈ അലർജിക് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് മറ്റുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കൂടെ കൂടുതലാണ് ഇതിനും കൂടെ. പിന്നെ നമ്മൾ ചെയ്യാവുന്നത് അപ്പം ഒന്ന് അലർജൻസിനെ കണ്ടുപിടിച്ച് ഒഴിവാക്കാം. പിന്നെ ടൂ മെനി ഇൻഗ്രീഡിയൻസ് നമ്മൾ ഫുഡിലാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. കളറ് പ്രിസർവേറ്റീവ്സും ഒക്കെ ഒഴിവാക്കാൻ നോക്കുക. ഇല്ലാത്ത ഫുഡ് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ അലർജിയൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഏറ്റവും മിനിമം ഇൻഗ്രീഡിയൻസ്, ഇപ്പൊ നമ്മൾ എല്ലാം കൂടെ കൂട്ടി ഉണ്ടാക്കുന്ന ഒരു നേച്ചർ ഉണ്ട് പലർക്കും. ഇപ്പൊ മില്ലറ്റ് ആണെങ്കിലും മില്ലറ്റും 3-4 മില്ലറ്റും പിന്നെ കുറച്ച് ഗോതമ്പ്, അരിപ്പൊടി, അരി എല്ലാം കൂടി ഇട്ടിട്ട് ഒരാട്ട ഉണ്ടാക്കി അത് വെച്ച് ചപ്പാത്തിയപ്പം ഉണ്ടാക്കി കഴിക്കുക. അല്ല പച്ചക്കറി ആണെങ്കിലും നമ്മളെപ്പോഴും അവിയൽ, സാമ്പാർ അങ്ങനത്തെ ആണല്ലോ, എല്ലാം കൂടെ കൂട്ടിയൊരു അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അലർജി ഉള്ളവർക്ക് ഇത്തരം സാധനങ്ങളൊന്നും പറ്റില്ല. അവർ ഏറ്റവും മിനിമം. അപ്പൊ എന്നാലേ നമുക്കത് കണ്ടുപിടിക്കാനും പറ്റുള്ളൂ. ഏതിനോടാണ് നമുക്ക് അലർജി വരണമെന്നുണ്ടെങ്കിൽ അത് ഓരോന്നായിട്ട് വളരെ സെൻസിറ്റീവായിട്ട് നമ്മൾ നോക്കി കണ്ടുപിടിച്ച് എടുത്താലേ പറ്റുള്ളൂ. പിന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഏതെങ്കിലും വൈറ്റമിൻസിന്റെ, നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മളുടെ ന്യൂക്ലിയസ് ലെവലിൽ, അതായത് നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനും ഓർഡർ കൊടുക്കുന്നതിന്റെ അതിന്റെ ആ ഓർഡർ ട്രാൻസ്ക്രിപ്ഷൻ, അതായത് എഴുതി കൊടുക്കുക. നമ്മൾ ഉള്ളിലാണെങ്കിലും നമ്മൾ എഴുതിയാണ് ഇതെല്ലാം കൊടുക്കുന്നത് പോലെ, അതേപോലെയാണ് അവിടെ വരുന്നത്. ആ ഓർഡർ എഴുതി ഒരു ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും അതിനകത്ത്. അവിടെ വരുന്ന തെറ്റുകൾക്ക് വരുന്നതിന് ഒരു കാരണം ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. ഈ ഇങ്ങനത്തെ ന്യൂക്ലിയർ ലെവലിലുള്ള വർക്കുകൾക്കൊക്കെ വൈറ്റമിൻ ഡി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും അങ്ങനത്തെ കാര്യങ്ങളും ഇതിനകത്ത് വരും. അതുപോലെ omega-3, 6 ബാലൻസ് തെറ്റുന്നത്. അപ്പൊ എല്ലാ ന്യൂട്രീഷനും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ഫുഡ് കൊടുക്കുക. എക്സസൈസ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ എക്സസ് ടോക്സിൻ ഉണ്ടെങ്കിൽ അതിനെ പുറത്ത് കളയാൻ നോക്കുക. കൊഴുപ്പെന്ന് പറഞ്ഞാൽ തന്നെ ഓവർ വെയിറ്റ് ആണെങ്കിൽ, കൊഴുപ്പുണ്ടെങ്കിൽ അത് തന്നെ ഒരു ടോക്സിനാണ്, അത് ബേൺ ഔട്ട് ചെയ്യുക. പിന്നെ മറ്റ് ടോക്സിൻസ് ഏറ്റവും മിനിമൈസ് ചെയ്യുക. കഴിക്കുന്നതിനകത്ത് വെറൈറ്റി കഴിക്കുന്നത് കുറയ്ക്കുക. കോസ്മെറ്റിക്സിന്റെയും ഈ പെർഫ്യൂംസിന്റെ ഒക്കെ ഉപയോഗം കുറയ്ക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും. പിന്നെ ഒത്തിരി മരുന്നും കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്നും സ്വയം മാനേജ് ചെയ്യാൻ പറ്റാതെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ ലോങ് ആയിട്ട് ഇൻഹേലറും നേസൽ സ്പ്രേയും ടാബ്ലറ്റ്സും ഒക്കെ ഉപയോഗിക്കേണ്ടി വരികയും എന്നിട്ടും കംഫർട്ടബിൾ അല്ലാത്തവർക്കൊക്കെയാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആവശ്യമായിട്ട് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, അലർജി സംബന്ധമായ രോഗങ്ങൾക്ക് കാരണം ഇമ്മ്യൂണിറ്റിയിലെ അപാകതകളാണ്. 2, ശ്വാസനാളികളെ ബാധിക്കുന്ന അലർജിയാണ് ആസ്മയ്ക്കും തുമ്മലിനും മൂക്കടപ്പിനും ഒക്കെ കാരണം. 3, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് 2 ശാഖകളാണ്. 1 ഇൻഫ്ലമേഷൻ അഥവാ പ്രതിരോധം, 2 ആന്റി ഇൻഫ്ലമേഷൻ അഥവാ ഹീലിംഗ്. ഇൻഫ്ലമേറ്ററി അഥവാ പ്രതിരോധ പ്രവർത്തനങ്ങൾ അമിതമാകുന്നതാണ് അലർജിക്ക് കാരണം. 4, അലർജിക്ക് കാരണമായ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സ്ട്രെസ് ഉണ്ടാക്കുന്ന വസ്തുക്കളെ തിരിച്ചറിയാനും അവരെ ഒഴിവാക്കി ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വിശ്രമം കൊടുക്കാനും കഴിഞ്ഞാൽ മാത്രമേ അലർജി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനാവൂ. 5, ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ഇൻഫ്ലമേറ്ററി, ആന്റി ഇൻഫ്ലമേറ്ററി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന omega-3, 6 എന്നീ കൊഴുപ്പുകളാണ്.
ശരീരത്തിലെ ഈ കൊഴുപ്പുകളുടെ അനുപാതം തെറ്റുന്നതാണ് അലർജി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം. 6. ആധുനിക ഭക്ഷണക്രമത്തിൽ omega-6 ഫാറ്റ് വളരെ കൂടുതലും omega-3 തീരെ കുറവുമാണ്. ഇത് ഇൻഫ്ലമേഷൻ അഥവാ പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിരുവിടാനും അലർജിയും മറ്റ് ഇൻഫ്ലമേറ്ററി രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. 7. അമിതവണ്ണമുള്ളവരിൽ ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന അമിത കൊഴുപ്പിലെ omega-6 ഫാറ്റ് കൂടുന്നത് അലർജിക്കും ആസ്മയ്ക്കും ഉള്ള സാധ്യത വർദ്ധിപ്പിക്കും. 8. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനാകണമെങ്കിൽ ഭക്ഷണത്തിലെയും ശരീരത്തിലെ സ്റ്റോർഡ് കൊഴുപ്പിലെയും കോശഭിത്തിയിലെ കൊഴുപ്പിലെയും omega-6 അനുപാതം ഉത്തമമാകണം. ഒപ്പം തന്നെ ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനും പോഷകങ്ങളെല്ലാം ഉത്തമമായ അളവിൽ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും കഴിയണം. 9. ദീർഘകാലം അലർജി രോഗങ്ങൾക്കായി മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നവരിൽ ഇൻഫ്ലമേറ്ററി രോഗങ്ങളായ പ്രമേഹം, പ്രഷർ, അമിതവണ്ണം, ഹൃദ്രോഗം, ആർത്രൈറ്റിസ്, ഓട്ടോഇമ്യൂൺ രോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയവയ്ക്കുള്ള സാധ്യത കൂടാം. 10. അലർജിയുടെ കാരണം കണ്ടെത്തി ഇമ്മ്യൂൺ സിസ്റ്റത്തെ സംരക്ഷിക്കാനായാൽ മൂക്കിനുള്ളിലും തൊണ്ടയിലും ചെയ്യേണ്ടി വരുന്ന ടോൺസിലെക്ടമി, അഡനോയിഡക്ടമി, സെപ്റ്റോപ്ലാസ്റ്റി, സൈനസ് സർജറി, പോളിപെക്ടമി തുടങ്ങിയ ഒട്ടുമിക്ക ഓപ്പറേഷനുകളും ഒഴിവാക്കാനാകും. 11. ഓർമ്മിക്കുക, അലർജിയും ആസ്മയും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനായാൽ ഇത്തരം രോഗങ്ങളിൽ നിന്നും മോചനം നേടാനാകുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിന്റെയോ ഓപ്പറേഷന്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കൂ. ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിന്റെ അടിസ്ഥാന കാരണം എന്ത്, ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും ഓപ്പറേഷനായി പണം ചെലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാകും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുൻപായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷൻ വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുമ്പ് ഒപ്പുവെക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയുടെയും ശസ്ത്രക്രിയ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തുകയും അമിതവണ്ണം ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അടുത്തത്, ആരോഗ്യകാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു.
മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിന്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, കിഡ്നി, ലിവർ തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാനുതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്നുറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണമുണ്ട്. ഈ ആസ്മയും അലർജിയും പോലെയുള്ള അലർജിക് ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസിന് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ്. ഞാൻ അതിനൊരു ഒരു പേഷ്യന്റിന്റെ കേസ് സ്റ്റഡി തന്നെ ഞാൻ പറയാം. അത് 58 വയസ്സുള്ള ലേഡിയാണ്. അവരുടെ വെയിറ്റ് 67 കിലോ ആണ്. അപ്പൊ ഓവർ വെയിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവർക്ക് ആദ്യം അവർക്ക് തുടങ്ങുന്ന ശരിക്കും വെരിക്കോസ് വെയിൻ 36 വർഷമായിട്ടുണ്ട്. ഇപ്പം ആസ്മ 8 വർഷമായിട്ട്, കുറച്ചുകൂടി മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ 8 വർഷമായിട്ട് റെഗുലർ ആയിട്ട് ആസ്മയ്ക്ക് ഇൻഹേലർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അലർജിയും ഉണ്ട്. 8 വർഷമായിട്ടാണ് അവർക്ക് അത് കൂടിയിരിക്കുന്നത്. മറ്റേത് കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇതിന്റെ കൂടെ അവർക്ക് ഡിസ്കിന് പ്രോബ്ലം ഉണ്ട്, പൈൽസ് ഉണ്ട്. ഡിസ്ക് പ്രോബ്ലം കാരണം ബാക്ക് പെയിൻ ഉണ്ട്, മുട്ടുവേദനയുണ്ട്, ആർത്രൈറ്റിസ് ഉണ്ട്, വയറിന് പ്രശ്നങ്ങളുണ്ട്, പൈൽസും കോൺസ്റ്റിപ്പേഷനും ഉണ്ട്. ഇത് കൂടാതെ മൗത്തിൽ ഇടയ്ക്കിടയ്ക്ക് അൾസർ വരും. കാലയില് വെരിക്കോസ് വെയിൻ സംബന്ധമായിട്ട് ഉള്ള പ്രശ്നങ്ങളുണ്ട്. കാലയില് ഡിസ്കളറേഷനും അവിടെ ഞരമ്പ് തടിച്ച് കിടപ്പുണ്ട്. പിന്നെ ഹാർട്ടിൽ പാൽപിറ്റേഷൻ, നെഞ്ചിടിപ്പ്, ഇതൊക്കെ നമ്മൾ പലപ്പോഴും കുറെ നാൾ അലർജി വന്നു കഴിയുന്ന പേഷ്യൻസിന് വരുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ സ്നീസിങ്ങിന് ഒരു ബുദ്ധിമുട്ടാണ്, കാലിൽ വേദന, ഇതൊക്കെ ആയിട്ടുള്ള അപ്പൊ മൾട്ടിപ്പിൾ പ്രോബ്ലംസാണ്. അതുപോലെ നമ്മൾ ടെസ്റ്റ് നോക്കി കഴിയുമ്പം അത് അവർക്ക് പ്രീ ഡയബറ്റിക് HbA1c 6.1 ഉണ്ട്. അതുപോലെ GFR കുറവാണ്, 70ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. യൂറിക് ആസിഡ് കുറച്ച് കൂടുതലുണ്ട്. ESRും HSCRP, ഇപ്പൊ കാർഡിയാക് മാർക്കേഴ്സ് ആണ് HSCRP അതിൽ വരുന്നത്. അപ്പൊ അതിലൊക്കെ കുറച്ച് വേരിയേഷൻ വന്നിട്ടുണ്ട്. കാരണം ഇതെല്ലാം മെറ്റബോളിക് ഡിസോർഡർ ആണ്. അപ്പൊ ഒന്നിലേക്ക് വരാം. അതാണ് അലർജി ഉള്ളവർക്ക് നമ്മൾ കിഡ്നി ഫംഗ്ഷൻ നമ്മൾ നോക്കണമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. പലർക്കും കിഡ്നിയുടെ ഫംഗ്ഷൻ കുറഞ്ഞിട്ടുണ്ടാകും. ഇതിപ്പം ഗ്രേഡ് 2
റീനൽ ഫെയിലിയർ ആണ്. പക്ഷെ റീനൽ ഫെയിലിയർ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കൂടാതിരിക്കാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. കൂടാതെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഇവരുടെ അലർജി ടെസ്റ്റുകൾ, അതായത് നമ്മൾ IgG മീഡിയേറ്റഡ് ഇൻടോളറൻസ്, അലർജി അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവർക്ക് പല ഭക്ഷണ സാധനങ്ങളോടും, പാല്, നാരങ്ങ, ബ്രിഞ്ചാള്, പാലുൽപ്പന്നങ്ങളെല്ലാം ഇതൊക്കെ അലർജിയാണ്. അതുപോലെ ഈവൻ റൈസിനോട് അലർജി ഉണ്ട്, ഓറഞ്ച്, മെനി തിങ്സ്, സോ മെനി, എഗ്, റെഗുലർലി യൂസ് ചെയ്യുന്ന പല സാധനങ്ങൾ, ഈവൻ ഈസ്റ്റ്, നമ്മൾ അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ, ദോശയ്ക്കിടാറില്ല, അപ്പത്തിനൊക്കെ ബ്രെഡ് ഉണ്ടാക്കാനും ഒക്കെ അതാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങളോടെല്ലാം അലർജിയും കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒഴിവാക്കാനാണ് നോക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇവരെടുക്കുന്ന മെഡിസിൻസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവര് ഇൻഹേലർ എടുക്കുന്നുണ്ട്. 2 നേരം, ചിലപ്പോൾ 3 നേരം, അല്ലെങ്കിൽ ചിലപ്പോൾ 2 സ്പ്രേ ഒക്കെ എടുക്കേണ്ടി വരുന്നു രാത്രി. ചിലപ്പോൾ അങ്ങനെ വേരിയേഷൻ വരുന്നുണ്ട്. മിനിമം 2 സ്പ്രേ എങ്കിലും ഒരു ദിവസം എടുത്താലേ പറ്റുള്ളൂ. അതുകൂടാതെ ഹോമിയോ മെഡിസിനും എടുക്കുന്നുണ്ട്, ആയുർവേദത്തിൽ നിന്ന് ഒരു സിറപ്പും എടുക്കുന്നുണ്ട്. അപ്പം ഇത് ഓൾമോസ്റ്റ് 8 years ആയിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. ആയുർവേദം, ഹോമിയോ എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. അതിൽ ആ ഇൻഹേലർ ആണെങ്കിൽ തന്നെ ഫൊമോട്രോൾ ബുഡാമെറ്റ് എന്നുള്ള ഒരു ഇതാണ്. അതിനകത്ത് ഫൊമോട്രോളും ബുഡസെനോമൈഡ് എന്നുള്ള, അതിനൊരു, അതായത് ഈ ലോങ് ആക്ടിങ് മസിൽ റിലാക്സന്റ് പോലെയുള്ളതും, പിന്നെ ഒരു സ്റ്റിറോയിഡും കൂടെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷെ ഇവർക്കിപ്പം മറ്റ് അതുപോലെ തന്നെ ആർത്രൈറ്റിസും മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആയി. ഇതിപ്പം എടുക്കുന്ന ഇതൊക്കെ പറ്റുന്നുള്ളൂ. ഒരു പെയിൻ കില്ലേഴ്സും അതും ഇതൊക്കെ എടുത്ത് നോക്കിയിട്ടും പറ്റാതെ ഈ ആയുർവേദം ഒക്കെ ഈ ആർത്രൈറ്റിസിനൊക്കെ വേണ്ടിയിട്ട് എടുത്തതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ഇങ്ങനത്തെ പേഷ്യന്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒത്തിരി ഓവർ വെയിറ്റ് ഉണ്ട്. അപ്പം ഇവരുടെ ബോഡിയിൽ ശരിക്കും ഓൾമോസ്റ്റ് 40% ഫാറ്റാണ്. അപ്പം അത് കുറയ്ക്കാന്നുള്ളതും കൂടാണ് വരുന്നത്. അപ്പൊ ശരിക്കും അവരുടെ സിംറ്റമാറ്റിക് റിലീഫ് ആക്ച്വലി ഒരു 8th ഡേ ആയപ്പോൾ തന്നെ അവർക്ക് നല്ല ആശ്വാസമായി. ഒരു 15th ഡേ കഴിഞ്ഞിട്ട് ഒരു ഇടയ്ക്കൊക്കെ മാത്രമേ ഡെയിലി ഈ നമ്മൾ ഇൻഹേലർ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ആക്ച്വലി 15th ഡേ ആയപ്പോഴേക്കും അവർ SOSലേക്ക് മാറ്റാൻ പറ്റി. ആദ്യം അവര് ഡെയിലി 2-3 പ്രാവശ്യം 3 പഫൊക്കെ എടുത്തിരുന്നത് ആകെ 8ാം ദിവസം വരുമ്പോ തന്നെ ആകെ ലാസ്റ്റ് വീക്കിൽ 2-3 പഫ എടുത്തിട്ടുള്ളൂ. അപ്പൊ അത്ര ഫാസ്റ്റ് ആയിട്ടാണ് അത് കുറയ്ക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. 30 ദിവസം ആയി കഴിഞ്ഞാൽ പിന്നെ അവര് എടുത്തായിട്ട് പറയുന്നില്ല ഇതിനകത്ത്. നെക്സ്റ്റ് അവരുടെ ബോഡിയിൽ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും വെരി സിഗ്നിഫിക്കന്റ് ചേഞ്ച് വരുന്നിട്ടുണ്ട്. അവര് 67 കിലോ എന്നുള്ളത് അവര് 3 മാസം കൊണ്ട് അവർ 55ലേക്ക് വരാൻ പറ്റി. 40.1 ഫാറ്റ് ഉണ്ടായിരുന്നത് ശരിക്കും 32.6ലേക്ക് വരാൻ പറ്റി. അപ്പൊ വയറ് ശരിക്കും നല്ല കുടവയറുണ്ടായിരുന്നു. വയറിലെ ഫാറ്റ് തന്നെ 9%, അതായത് വയറിന്റെ ചുറ്റളവ് 90 ഉണ്ടായിരുന്നത് 78ലേക്ക് വരാൻ പറ്റി. അപ്പൊ ശരിക്കും ആൾക്ക് മൊത്തത്തിലാണ് വ്യത്യാസം വരുന്നത്. ഇവൻ ഒരു പ്രീ ഡയബറ്റിക് ആയിരുന്നതാണ്. അപ്പൊ അത് തുടങ്ങുമ്പം HbA1c കൂടുതൽ ഉണ്ടായിരുന്നു. അതും നോർമലിലേക്ക് വന്ന് 30th ഡേ ആകുമ്പോഴേക്കും HbA1c 5.5ലേക്ക് എത്തി. 6.1 5.5ലേക്ക് വിത്തൗട്ട് മെഡിസിൻസ് തന്നെ എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ്. GFR പക്ഷെ അധികമായിട്ട് കൂടിയിട്ടില്ല. അവര് തുടങ്ങുമ്പോൾ അവരുടെ GFR 63 ആയിരുന്നു. അത് 70ലേക്ക് കൊണ്ടുവരാൻ പറ്റി. അതാണ് GFRന്റെ, അതായത് GFR എന്ന് പറഞ്ഞാൽ കിഡ്നി ഫംഗ്ഷൻ, അതിനകത്ത് ഇമ്പ്രൂവ്മെന്റ് വരാൻ പറ്റി. അപ്പൊ ജനറലി അതാണ്. ഓവറോൾ അവർക്ക് ശരിക്കും ഇതിനകത്ത് മാറി. ഇത് മാത്രമല്ല, അതിന്റെ കൂടെ കുറെ രോഗം ഉണ്ടായിരുന്നു, അത് മാറ്റാൻ പറ്റിയെന്നുള്ളതാണ്. ഒരു പേഷ്യന്റിനെ കൂടെ പറയാം. ഇത് 22 വയസ്സുള്ള മെയിലാണ്. 182 സെന്റിമീറ്റർ ഹൈറ്റ്, 89 കിലോ ആണ് തൂക്കം. ഈ കുട്ടിയുടെ ബേസിക്കലി കൊച്ചുപയ്യനാണല്ലോ. ഇതിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അലർജി കൊച്ചിലേ മുതലേ അലർജി ഉണ്ട്, ചൊറിച്ചിലുണ്ട്, തുമ്മലുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇപ്പം ടോൺസിലൈറ്റിസ് വന്ന് അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കൂടി വന്ന് ഒരു 6 months ബാക്ക് അദ്ദേഹത്തിന് സർജറി ചെയ്തു. സെപ്റ്റോപ്ലാസ്റ്റിയും അഡനോയിഡ്സും എടുത്തു കളഞ്ഞു. അത് തൊണ്ടയ്ക്ക് ശ്വാസം മുട്ടല്, വല്ലാത്ത അസ്വസ്ഥതകളാണ്. അതിന്റെ കൂടെ ആക്ച്വലി ഈ നേച്ചർ പ്രോബ്ലംസും കൂടാതെ ഇച്ചിങ് സ്കിന്നിലും ഉണ്ട്, അലർജിയുടെ സിംറ്റംസും തൊണ്ടവേദന ഇതെല്ലാം ഉണ്ട്. അതുകൂടാതെ
ക്ഷീണമുണ്ട്, ആർത്രൈറ്റിസ്, ഡിസ്ക് പ്രോബ്ലംസ് ഉണ്ട്, ഡിപ്രഷൻ. അതാണ് ഇപ്പം അവന് ഒരു ഫാദറിന് എന്താ ഏറ്റവും വലിയ പേരൻസിന്റെ കൺസേൺ എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു പുതിയ ജോലി കിട്ടി. 22 years ഉള്ളി, മിടുക്കനാണ്, ജോലിയൊക്കെ കിട്ടി. പക്ഷെ ഇവൻ ഭയങ്കര അപ്സെറ്റാ. ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലത്തിലേക്ക് പോകുമോ ഈ അസ്വസ്ഥതകൾ കാരണം എന്നുള്ളതാണ് അവരുടെ ഒരു ഫിയറും കൂടെ ആയിട്ടാണ് അവർ വരുന്നത്. ഉറക്കമില്ല. അപ്പൊ ഇത്രയും പ്രോബ്ലം ഒക്കെ വന്നിട്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ട് സെപ്റ്റോപ്ലാസ്റ്റിയും ചെയ്തു, അഡനോയിഡ്സും എടുത്തു കളഞ്ഞു. പക്ഷെ അപ്പൊ അവർക്ക് ഒരു ബെനിഫിറ്റും ഇല്ല, ഇവൻ പ്രോബ്ലം കൂടുവാണെന്നാണ് ചെയ്യുന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇനിയിപ്പം മാറുന്നില്ലെങ്കിൽ ടോൺസിലും കൂടെ എടുത്തു കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേജിലാണ് ഇനി ടോൺസിലെക്ടമി ചെയ്യണോ അല്ലാതെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് അറിയാനാണ് ഇവര് ബേസിക്കലി വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ടെസ്റ്റുകൾ നോക്കുമ്പോഴും ബേസിക്കലി ഒത്തിരി ഓവർ വെയിറ്റ് ആണ്. അതാണ് ഒരു മേജർ പ്രോബ്ലം കാണുന്നത്. കുറച്ച് കുട്ടികളാണല്ലോ, ഇത്രയും പ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 70 കിലോ വേണ്ടടുത്താണ് 88 കിലോ വന്നിരിക്കുന്നത്. അതും ഈ നട്ട്സും ഒത്തിരി ഫ്രൈസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന വെയിറ്റ് ആണ് അത് വന്നിരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ നമ്മൾ ട്രീറ്റ്മെന്റ് മരുന്നുകളായിട്ട് പല ഇവര് എല്ലാ രീതിയിലുള്ള ട്രീറ്റ്മെന്റും എടുത്തിട്ടുണ്ട്. ആയുർവേദവും ഹോമിയോയും ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഹോമിയോയും കഴിക്കുന്നുണ്ട്, അതിന്റെ കൂടെ ഈ മോണ്ടിലൂക്കാസ്റ്റ് പോലെയുള്ള മരുന്നും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മറ്റേ ഇൻഹേലർ അങ്ങനത്തെ ആസ്മ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങി ബേസിക്കലി യൂഷ്വലി നമ്മൾ കാണുന്ന എന്താന്ന് വെച്ചാൽ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് കറക്ഷൻ എടുക്കുമ്പോൾ ഒരാഴ്ച ആകുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് വരും. അപ്പൊ ഇതിനകത്ത് നമ്മൾ സ്പെഷ്യൽ ഫുഡും എക്സസൈസും ആണല്ലോ വരുന്നത്. അപ്പൊ നമ്മൾ ഈ പല ഇങ്ങനെ അലർജി കാണിക്കുന്ന ഇദ്ദേഹത്തിനാണെങ്കിൽ നട്ട്സ്, ക്യാപ്സിക്കം, ഈവൻ ഫ്രൂട്ട്സിൽ ഗോവ, ടൊമാറ്റോ, ഈസ്റ്റ്, ഇങ്ങനത്തെ പല സാധനങ്ങളോട് അലർജി ഉണ്ട്. പെർഫ്യൂം. ഇതൊക്കെ അങ്ങ് ഒഴിവാക്കി കഴിയുമ്പോൾ തന്നെ ഇതാണ്. പിന്നെ സ്പെഷ്യൽ ഏറ്റവും മിനിമം നമ്പർ ഓഫ് ഇൻഗ്രീഡിയൻസ് വെച്ച് അതേസമയത്ത് എല്ലാ ന്യൂട്രീഷനും ഉറപ്പുള്ള ഫുഡുമാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഹോൾ ബോഡിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസും ആണ്. അപ്പൊ മിക്കവാറും 1 വീക്ക് ആകുമ്പോൾ തന്നെ നല്ല ആശ്വാസം ഉണ്ടാവും. പിന്നെ നമ്മൾ ബേസിക്കലി ഇവരുടെ ഇതിലാണെങ്കിൽ വിതിൻ 1 മാസം കൊണ്ട് തന്നെ 88 കിലോയിൽ നിന്ന് 83 കിലോയിലേക്ക് കുറഞ്ഞു. ശരിക്കും അത് കുറച്ച് കുറവാണ്. പിന്നെ ഇച്ചിരി കുട്ടികളാണല്ലോ, അത്ര ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ഇതാണ്. ചിലരൊക്കെയാണ് 10% ഒക്കെ 1 മാസം കൊണ്ട് തന്നെ കുറയ്ക്കും. വെയിറ്റ് റിഡക്ഷന്റെ കാര്യത്തിൽ ഇവനത്ര നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഫാറ്റും കുറഞ്ഞു വന്നു. 29% ഫാറ്റ് ഉണ്ടായിരുന്നത് 4 മാസം ആയപ്പോഴേക്കും അത് 17ലേക്ക് കൊണ്ടുവരാൻ പറ്റി. അതുപോലെ വയറാണ് 98, നല്ല ഓർക്കണം, 22 വയസ്സേ ഉള്ളപ്പോഴേക്കും കുടവയറൊക്കെയാണ്. അപ്പൊ 98 സെന്റിമീറ്റർ ഉണ്ടായിരുന്ന വയറ് 80ലേക്ക് കൊണ്ടുവരാൻ പറ്റി. അതുപോലെ BMI ആണെങ്കിലും കുറച്ച് 27 ഉണ്ടായിരുന്നത് 23ലേക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പം അതാണ് 3 months കൊണ്ട് ആക്ച്വലി യൂസ് ഏബിൾ ടു ബ്രിങ് ഡൗൺ ഹിസ് വെയിറ്റ് 75ലേക്ക് കൊണ്ടുവരാൻ പറ്റി. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഐഡിയലി വേണ്ടത് ഒരു 75 കുഴപ്പമില്ല, പക്ഷെ ഒരു 70 ആയാലും കുഴപ്പമില്ല. കാരണം 17 വരെ എത്തിയിട്ടുള്ളൂ. ഫാറ്റ് ലെവല് 3% ആണ് വേണ്ടത്. അപ്പൊ അതിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നെക്സ്റ്റ് ഒരു സ്കിൻ മാനിഫെസ്റ്റേഷന്റെ ഒരു കേസ് സ്റ്റഡിയും കൂടെ പറയാം. ഇത് 56 വയസ്സുള്ള ലേഡിയാണ്. അപ്പൊ അവർക്ക് 159 സെന്റിമീറ്റർ ഹൈറ്റും 57.5, ഒത്തിരി ഓവർ വെയിറ്റ് ഒന്നുമില്ല, റീസണബിൾ ഇതാണ്. അവർക്ക് 1.5 വർഷമായിട്ടുള്ളൂ അലർജി തുടങ്ങിയിട്ട്. പിന്നെ കുറച്ച് വയറില്, പിന്നെ അലർജി എന്ന് പറഞ്ഞാൽ മെയിൻലി വരുന്നത് ഇവരുടെ പ്രോബ്ലം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാധാരണ ഇച്ചിങ് ഒക്കെ ആണല്ലോ, ഇതങ്ങനെയല്ലേ, കൊമളച്ച് വരികയാണ്. അതും വലിയ കൊമള കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊള്ളി കൊമളച്ചതുപോലെയുള്ള കൊമളകൾ വരിക. അപ്പം ആദ്യം കാണാൻ വരുമ്പോൾ തന്നെ ഉണ്ട് ഒരു 10 സെന്റിമീറ്റർ 10x5 6 സെന്റിമീറ്റർ സൈസുള്ള കൊമളകൾ 2-3 കയ്യില്. അപ്പം അത് ചൊറിഞ്ഞു വരും, അത് കഴിഞ്ഞാൽ കൊമളയ്ക്കും. പിന്നെ അത് ഡിസ്കളറേഷൻ ആയിട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ കുറച്ച് പതുക്കെ അത് പോകത്തുള്ളൂ. അപ്പം അതിന്റെ കൂടാതെ തുമ്മല്,
അങ്ങനത്തെ അസ്വസ്ഥതകളും ഉണ്ട്. ഇവർ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. കാരണം 1.5 വർഷം ആയിട്ടുള്ള അസുഖം തുടങ്ങിയിട്ടെങ്കിലും പല രീതിയിൽ ഉള്ള ട്രീറ്റ്മെന്റ് എടുത്തു. ആയുർവേദം നോക്കി, ഹോമിയോ നോക്കി, 3-4 പല സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു. അപ്പൊ വരുമ്പോ തന്നെയാണെങ്കിൽ 3 തരം ലിവോസിട്രിസിൻ കഴിക്കുന്നുണ്ട്, മോണ്ടിലൂക്കാസ്റ്റ് ഉണ്ട്, ഡെസ്ക്ലോറെറ്റിഡിൻ എന്ന് പറഞ്ഞ് വേറൊരു ടാബ്ലറ്റ് ഉണ്ട്, പിന്നെ അവിടെ ഇടാൻ ഓയിൻമെന്റ് ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. അത് കൂടാതെ ഇപ്പൊ അവരോട് പറഞ്ഞിരിക്കുന്നത് ഒരു കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അത് മിക്കവാറും മോണോക്ലോണൽ ആന്റിബോഡി ഗ്രൂപ്പിലുള്ളത്, നമുക്ക് അറിയത്തില്ല, അവരോട് പറഞ്ഞിട്ടുള്ളതെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ മോണോക്ലോണൽ ഗ്രൂപ്പിലുള്ള ആന്റിബോഡീസ് ആണ്. അപ്പൊ അതാണ് ഒരു 10 to 40,000 ഒക്കെയാണ് ഇവിടെ കോമൺലി വില വരുന്നത്. അത് വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി, തുടക്കത്തിൽ വീക്കിലി എടുത്ത് പിന്നെ മന്ത്ലി ആക്കി അത് ടേപ്പർ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂഷ്വലി അത്തരം ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫ്യൂ ലാക്സ്, ഒരു 2 to 4 lakhs ഒക്കെ ആകും ഒരു വർഷത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ആക്ച്വലി ഇവര് വരുന്നത്. അപ്പം ഇവര് വന്നു, ട്രീറ്റ്മെന്റ് തുടങ്ങി, നല്ല ഇമ്മീഡിയറ്റ് തന്നെ നല്ല റിലീഫ് ഒക്കെ വന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് വീണ്ടും വീണ്ടും വരുന്നു. അപ്പൊ എല്ലാം കുറഞ്ഞു. പക്ഷെ പഴയതുപോലുള്ള റിയാക്ഷൻ ഇത്ര വലിയ നമ്മളൊന്നും വരുന്നില്ല, എന്നാലും ചുമന്നു വരുന്നുണ്ട്. ഇതെന്താന്ന് നമ്മള് അലർജി റിയാക്ഷൻ ഒക്കെ നോക്കുമ്പം പ്രത്യേകിച്ചും ഈ പല സാധനത്തിനോട് അലർജി ഉണ്ട്. മിൽക്ക്, കസീന്, ഡാൽച്ചിന, നമ്മുടെ കടല കറി, കാർഡമം, നമ്മൾ പല സ്പൈസസിനോടും ഒക്കെ അലർജി ഉണ്ട്. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇവർ വരുന്നുണ്ട്. അപ്പം പിന്നെയാണ് അവരെന്താണ് എക്സ്പോഷർ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ആക്ച്വലി പ്രൊഫഷൻ അവർ പറഞ്ഞില്ലാത്ത. അപ്പൊ നമുക്കത് മനസ്സിലാക്കാനും പറ്റില്ല. ആക്ച്വലി അവരൊരു ബ്യൂട്ടീഷ്യനാണ്, അവരൊരു ബ്യൂട്ടി പാർലർ നടത്തുന്നത്. അവർ ബിസിനസ് മാത്രമേ എഴുതിയുള്ളൂ. അവർ ബ്യൂട്ടീഷ്യൻ, ബ്യൂട്ടി പാർലർ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലാകുന്നത്. അപ്പോഴാണ് പിന്നെ അത് സ്റ്റഡി ചെയ്തപ്പോഴാണ് അവർ ഈ ഹെയർ സ്പ്രേ പോലെയുള്ളത് ഇപ്പൊ ക്ലയന്റിന് വേണ്ടിയിട്ട്, ബ്യൂട്ടീഷ്യൻസിന് വരുമ്പം ക്ലയന്റ് പ്രത്യേകിച്ച് ബ്രൈഡൽ മേക്കപ്പ്, അവർ ഓണറാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിലും ഒന്നും ഒരു വരുന്നില്ല. പക്ഷെ എന്നാലും മറ്റേ ബ്രൈഡൽ മേക്കപ്പ് ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ അതിൽ അവരും കൂടെ വരും. അപ്പൊ ഈ അതിനെടുക്കുന്ന സെറ്റ് ചെയ്യുന്ന സ്പ്രേ ഒക്കെ ഇവർക്ക് അലർജി. അപ്പൊ അത് വരുന്ന ദിവസമാണ്, അങ്ങനത്തെ ദിവസങ്ങളാണ് പിന്നെ ഇത് വരുന്നത്. അപ്പൊ അത് കണ്ടുപിടിച്ചതോടുകൂടി നമുക്ക് മനസ്സിലായി അത്. അപ്പൊ അതും കൂടെ പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ അവർക്ക് മാനേജ് ചെയ്യാറായി. അപ്പൊ അവരെ കഴിയുന്നത് അതിനകത്ത് പോവാതിരിക്കുക, മാസ്ക് വയ്ക്കുക, ഫുൾ സ്ലീവ് ഇടുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പിന്നെ എന്തെങ്കിലും വന്നാൽ അപ്പൊ തന്നെ അപ്ലൈ ചെയ്യാനും ഒക്കെ ഉള്ള ഇത് കൊടുത്തു. അല്ലെങ്കിൽ ഒരു ആന്റി ഹിസ്റ്റമിൻ പോലെ, ഇപ്പം പ്രൊഫഷൻ ആണല്ലോ, നമുക്ക് എപ്പോഴും എല്ലാം ഒന്നും ഒഴിവാക്കാൻ പറ്റിയില്ല എന്നിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനൊരു പാർലർ ഒക്കെ നടത്തുന്ന ഒരാൾക്ക് കംപ്ലീറ്റ് മാറാൻ പറ്റില്ല. അപ്പം കഴിയുന്നതും മാറി നിൽക്കുക, അറ്റ്ലീസ്റ്റ് അവനവന്റെ മേത്തൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫഷണൽ ഇതിലേക്ക് വേണ്ടി ചെയ്യാം. അപ്പൊ അതാണ് പറഞ്ഞ് അവർക്ക് അതിനകത്തുനിന്ന് കംഫർട്ടബിൾ ആകാൻ പറ്റിയെന്നുള്ളതാണ്. വേറൊരു പേഷ്യന്റിന്റെ കൂടെ പറയാം. ഇത് 15 വയസ്സുള്ള 10th പഠിക്കുന്ന ഒരു കുട്ടിയാണ്. 166 സെന്റിമീറ്റർ, 50 കിലോ ആണ് തൂക്കം. ഓവർ വെയിറ്റ് ഒന്നുമില്ല. അപ്പൊ ഈ കുട്ടിക്ക് അലർജി കണ്ണിനും മൂക്കിലും ഇങ്ങനെ റൈനൈറ്റിസ് ആണ്. മൂക്കിന് തുമ്മല്, കണ്ണിന് ചൊറിയല്, ഇതാണ് ഒരു പ്രോബ്ലം. അത് വർഷങ്ങളായിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പൊ തൈറോയിഡിന്റെ ഉണ്ട്. 5 വർഷമായിട്ട് തൈറോയിഡിന്റെ ഉണ്ട്. അതായത് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഉണ്ട്. ഓട്ടോഇമ്യൂൺ ആന്റിബോഡീസ് ഒക്കെ ഹൈ ആണ്. അപ്പം നേസൽ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് ഫ്യൂ സർജറി, പോളിപ്പ് എടുത്ത് കളയുക, അങ്ങനത്തെ ഒക്കെ പല കാര്യങ്ങളും ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം ഡെയിലി 2 പ്രാവശ്യം രാവിലെ സ്കൂളിൽ പോകുമ്പോൾ തന്നെ മൂക്കില് സ്പ്രേ അടിച്ചേ പോകാൻ പറ്റുള്ളൂ. 2 പ്രാവശ്യം സ്പ്രേ അടിക്കണം. അതുപോലെ കണ്ണിലും ഡ്രോപ്സ് ഇട്ടേ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കണ്ണ് ചുമന്ന് വരും. അപ്പൊ ആ ഒരു സ്റ്റേജിലാണ്. പിന്നെ അതിന്റെ കൂടെ റെക്കറന്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരും. ഇടയ്ക്കിടയ്ക്ക് ആന്റിബയോട്ടിക്സും എടുക്കേണ്ടി വരുന്നു. അപ്പൊ ഇതാണ് ഈ കുട്ടിയുടെ പ്രോബ്ലം ആയിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഓട്ടോഇമ്യൂൺ ആന്റിബോഡീസ് നോക്കുമ്പോൾ ആന്റി-ടിജിയും TPOയും ഒക്കെ വെരി ഹൈ ആണ്. പിന്നെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, വൈറ്റമിൻ ഡി വെരി ലോ ആണ്. ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കുറച്ച് കൂടുതൽ. ഈവൻ മൈക്രോ ആൽബുമിൻ, സാധാരണ കിഡ്നിയുടെ മാർക്കറാണ്, അതും കൂടുതലുണ്ടായിരുന്നുള്ളതാണ്. GFR കുഴപ്പമില്ല, മൈക്രോ ആൽബുമിൻ കൂടുതൽ. അപ്പൊ സം കിഡ്നി അലർജി കിഡ്നിയും ഒക്കെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഫുഡിന്റെയും അലർജി റിയാക്ഷൻ നോക്കുമ്പോൾ IgE കൂടുതലാണ്. ഈവൻ IgG കൂടുതലാണ്. പിന്നെ പല ഫുഡ്, പാല്, മുട്ട, പിന്നെ പേപ്പർ ഡസ്റ്റ്, ഡോഗ് ഡാൻഡർ,
കൊക്കോ, പിള്ളേർക്കൊക്കെ ചോക്ലേറ്റ് വലിയ ഇഷ്ടമാണല്ലോ, കൊക്കോ അലർജി, അങ്ങനെ സോ മെനി ഐറ്റംസ്. നമ്മൾ അതിന്റെ ഡീറ്റെയിൽ പോയിട്ട് കാര്യം, ഈവൻ റൈസിനോടും അതുപോലും അലർജി കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കി നമ്മൾ കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആക്ച്വലി വിതിൻ എ മന്ത് ശരിക്കും ഈ അലർജിയുടെ മൂക്കിലടിക്കുന്നതും നമുക്ക് നിർത്താൻ പറ്റി, കണ്ണില് ഡ്രോപ്പും കുറച്ചുകൊണ്ട് വരാൻ പറ്റി. അപ്പൊ ഈ കുട്ടിക്ക് ശരിക്കും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അടിക്കാതെ പോകാനും ഡ്രോപ്പും ഇല്ലാതെ പോയാൽ ശരിയാവുമോ എന്നുള്ള ഫിയർ ആയിരുന്നു. അപ്പൊ ആദ്യം ഒരു ദിവസം മറന്നുപോയി എടുക്കാൻ, ഇടാതെ പോയിട്ട്. പക്ഷെ ഇടാതെ പോയിട്ട് തിരിച്ചു വന്നിട്ടും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ പതുക്കെ അത് ഡോസ് കുറച്ചുകൊണ്ട് വന്ന് 1 മാസത്തിനുള്ളിൽ ഈ ഇൻഹേലറും ഇതെല്ലാം കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റി. അത് മാത്രമല്ല, നമ്മളൊരു തൈറോയിഡിന് വേണ്ടിയിട്ട് മരുന്നെടുത്തോണ്ടിരിക്കുകയായിരുന്നല്ലോ, തൈറോക്സിൻ എടുക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ കുറച്ചുകൊണ്ട് വന്ന് വിതിൻ നേസൽ സ്പ്രേ ഒക്കെ ഒരു 30 ഡേയ്സിന് മുമ്പ് തന്നെ ഏകദേശം, പിന്നെ SOS എന്തെങ്കിലും ആവശ്യം വന്ന ഒരു ഇത് വരുന്ന ഒരു നിലയിൽ മാത്രമാക്കി 30 ദിവസം ആയപ്പോഴേക്കും തൈറോനും 75 ഉണ്ടായിരുന്നു 25ലേക്ക് കുറയ്ക്കാൻ പറ്റി. പിന്നെ അത് ഓൾട്ടർനേറ്റ് ഡേ ആക്കി 60ക്ക് വരുമ്പോഴേക്കും അത് കംപ്ലീറ്റ് നിർത്താൻ പറ്റി എന്നുള്ളതാണ് ബേസിക്കലി. അപ്പം നമ്മൾ അലർജിയുടെയും മരുന്നിനും നേസൽ സ്പ്രേയും കണ്ണി ഡ്രോപ്പും മാത്രമല്ല, ഈ തൈറോയിഡിന്റെ മരുന്ന് നിർത്തി. ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. അതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുമ്പം അതും പ്രത്യേകിച്ച് ഇത് 15 വയസ്സല്ലേ ഉള്ളൂ, കൊച്ചുകുട്ടിയല്ലേ. അപ്പൊ ഇത് വർഷങ്ങളാകുമ്പോഴേക്കും മറ്റ് ഓട്ടോഇമ്യൂൺ ഡിസീസ് വരാനുള്ള ചാൻസും കൂടി വരികയാണ്. അപ്പൊ ഇവരുടെ ആണെങ്കിലും ഓട്ടോഇമ്യൂൺ ആന്റിബോഡീസ് ആണെങ്കിലും അത് കുറഞ്ഞ TG ആദ്യം 518 ഉണ്ടായിരുന്നത് കുറഞ്ഞ് ശരിക്കും 430ലേക്ക് വന്നു. പക്ഷെ ഈ ഓട്ടോഇമ്യൂൺ ആന്റിബോഡീസ് കുറഞ്ഞു വരാൻ പിന്നെയും സമയമെടുക്കും. തൈറോയ്ഡ് കംപ്ലീറ്റ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ 1 വർഷമൊക്കെ വരും. 1 വർഷം അതും കറക്റ്റായിട്ട് നോക്കിയാല്. കാരണം ഇടയ്ക്ക് നമ്മൾ കംപ്ലീറ്റ് തെറ്റിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോഇമ്യൂൺ ആന്റിബോഡീസ് തിരിച്ചു വരികയില്ല, തിരിച്ച് കംപ്ലീറ്റ് നോർമൽ ആക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ വീണ്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അലർജി ഉള്ള സാധനങ്ങളൊക്കെ വല്ലപ്പോഴും ഒക്കെ കഴിക്കാം, മീൻസ് നമ്മളിതൊക്കെ വന്നു. പക്ഷെ റെഗുലർ ആയിട്ട് ഈ അലർജി ഉള്ള സാധനങ്ങളൊക്കെ വീണ്ടും എടുത്ത് കഴിക്കാൻ തുടങ്ങി വീണ്ടും പ്രോബ്ലംസ് വരും. ചില വൺസ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഇതെല്ലാം സെറ്റിലായി മാറുന്നോടും വരെ കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടി വരും. പിന്നെ വല്ലപ്പോഴും ഒക്കെ നമ്മൾ ടെസ്റ്റിൽ കണ്ടതൊക്കെ കഴിച്ചാലും കുഴപ്പം വരികയില്ല. ബട്ട് ജനറലി നമ്മൾ സൂക്ഷിക്കണം. അല്ലാതെ നമ്മൾ ട്രീറ്റ്മെന്റ് 3 to 6 months ആണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞാലും ഫോളോ അപ്പും എന്തെങ്കിലും ഉള്ളപ്പം എപ്പോഴും എമർജൻസി മെഡിസിൻസ് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഏറി എന്നൊക്കെ ഉള്ളത് നമ്മളുടെ കയ്യിലല്ലല്ലോ. ഇപ്പൊ ഫുഡ് ആണെങ്കിലും എത്രയാണെങ്കിലും ഫങ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ തെറ്റിപ്പോയെന്നിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വന്നാൽ കഴിക്കാനും കൂടെ കൊടുത്തു വിടുക എന്നുള്ളതാണ്. ഒരു പേഷ്യന്റെയും കൂടെ എടുക്കാം. ഇത് 44 വയസ്സുള്ള ലേഡിയാണ്. അപ്പൊ അവരുടെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ അവർക്ക് അലർജി ഉണ്ട്, ആസ്മയുണ്ട്, അതിനു വേണ്ടിയിട്ട് ഇൻഹേലർ ഉണ്ട്, അതുപോലെ ഡെർഫിലിൻ റിട്ടാർഡ് ഡെയിലി കഴിക്കുന്നുണ്ട്. അത് ടോക്സിഫിലിനും തിയോഫിലിൻ എന്നുള്ള ഇതാണ്. അത് നമ്മൾ ബ്രോങ്കോ ഡയലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ മോണ്ടുലിക്കാസ്റ്റും ലിവോസിട്രസിനും നമ്മൾ ഡെയിലി എടുക്കുന്നുണ്ട്. ഇത് കൂടാതെ അവർക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ട്. പലപ്പോഴും ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ ഈ അലർജിയുടെ കൂടെ വരാറുണ്ടെന്നുള്ളതാണ്. അതിനും റാൻഡിപ്രോസ്റ്റോളും ഡോംബെറിഡോണും ഡെയിലി എടുത്തുകൊണ്ടിരിക്കുക. ഇത് കൂടാതെ ഇപ്പൊ എന്താണ് അവർ ബാധിച്ചിരിക്കുന്ന പ്രശ്നം വന്നിരിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവർക്ക് ഹാർട്ടിന് പ്രോബ്ലം 6 months ആയിട്ട്. ഇതൊക്കെ അലർജിയൊക്കെ ചെറുപ്പം മുതലേ ഉണ്ട്, അതുമായിട്ട് ഇങ്ങനെ ജീവിക്കായിരുന്നു. അതിന്റെ ഇടയിൽ ഇപ്പൊ ഹാർട്ടിന് പ്രോബ്ലം വന്നു, ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആകുന്നു, പിന്നെ അതുപോലെ ആർത്രൈറ്റിസ് പ്രോബ്ലം വന്നു. അപ്പൊ ഇതിനും കൂടെയൊക്കെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഇവരുടെ ആസ്മ കൂടി. അപ്പൊ ഹാർട്ടിന് വേണ്ടിയിട്ട് അവർ എക്കോസ്പിരിനും ഈ കൊളസ്ട്രോളിനും ഡെയിലി മരുന്ന് എടുക്കാൻ പറഞ്ഞു. അപ്പൊ അത് എടുത്തപ്പോഴേക്കും അത് കൂടി. അതങ്ങനെയാണ് ഈ ആസ്മ പേഷ്യൻസിന് നമ്മൾ ഈ NSAID വിഭാഗത്തിൽപ്പെട്ട പെയിൻ കില്ലേഴ്സ്, ആസ്പിരിൻ പോലെയുള്ള മരുന്ന് എടുത്തു കഴിഞ്ഞാൽ രോഗം കൂടാനുള്ള സാധ്യതയുണ്ട്. ആസ്മയ്ക്ക് എതിരാണത്. അതുകൊണ്ട് ഇത് വന്നപ്പോഴേക്കും അവർക്ക് ഒട്ടും പറ്റുന്നില്ലെന്നായി. അപ്പോഴാണ് ഈ ഇതിലേക്ക് വന്നത്. അതുപോലെ തന്നെ അവർക്ക് ഈ കാലിന്റെ ആണെങ്കിലും ആർത്രൈറ്റിസും ഷോൾഡറും കാലിനും എല്ലാം പെയിനും ഉണ്ട്. പിന്നെ ഹാർട്ടിന് വേണ്ടിയിട്ട് ആൻജിയോഗ്രാം ചെയ്യാനും പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്താൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ
ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും ഈ ബ്ലഡ് തിന്നേഴ്സ് നിർത്താനും പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് അവര് ഈ ക്ലിനിക്കൽ സപ്പോർട്ടിൽ HCl കറക്ഷൻ എടുക്കാൻ ഡിസൈഡ് ചെയ്തത്. ആക്ച്വലി ഈ ഇതിൽ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവരുടെ മരുന്നുകൾ കുറച്ച് കൊണ്ടുവന്ന് നിർത്താൻ പറ്റി. 8th ഡേ ആയപ്പോഴേക്കും തന്നെ മരുന്നില് ഈ ഇൻഹേലർ പിന്നെ എടുക്കേണ്ട വന്നിട്ടില്ല. ഇവൻ 15th ഡേ ആയപ്പോഴേക്കും ഈ മരുന്നുകളെല്ലാം ഇല്ലാതെ തന്നെ ഒരു മരുന്നൊക്കെ നിർത്തി. പക്ഷെ സിംറ്റംസ് ഒന്നും ഇല്ല. അതാണ്. അപ്പം ഈ അലർജിയും ഈ ബുദ്ധിമുട്ടുകളും മാറി. അത് മാത്രമല്ല ഈ ആസ്പിരിനും ഒക്കെ നിർത്തി എന്നുള്ളതാണ്. ഇവർക്ക് ബേസിക്കലി ഇവര് ഓവർ വെയിറ്റ് ഉണ്ടായിരുന്നു. 154 സെന്റിമീറ്റർ 67.6 ആണ്. അത് അവര് 4 മാസം കൊണ്ട് 56 കൊണ്ടുവരാം. 3 മാസമായപ്പോഴേക്കും 57 എത്തി. 4 മാസമായപ്പോൾ 53 വന്നു. അതാണ് ആക്ച്വലി അവരോട് പറഞ്ഞിരിക്കുന്നത് ബിലോ 50 കൊണ്ടുവരണമെന്നാണ്. ബിലോ 50 ആണ് അവരുടെ ഐഡിയലി വേണ്ടത്. പ്രത്യേകിച്ച് ഇത് ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഹാർട്ടിന്റെ പ്രോബ്ലത്തിന് വേണ്ടി നമ്മളിത് വേണ്ടി അവരതാണ് ഉദ്ദേശിച്ചതെങ്കിലും അവർ പേഷ്യന്റിന് ശരിക്കും പറഞ്ഞ് ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ഒഴിവാക്കണം, അതിനാണ് വന്നത്. പക്ഷെ ബേസിക്കലി അതിന്റെ കൂടെ അവരുടെ ആസ്മയുടെ മരുന്നുകൾ നിർത്തി ആസ്മയും അലർജിയും മാറിക്കിട്ടി എന്നുള്ളതാണ് എന്റെ ബെനിഫിറ്റ് ശരിക്കും. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കും ആണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും അറിയാനാകും. ഓരോ രോഗത്തിന്റെയും കാരണം, രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗം എങ്ങനെ തുടക്കത്തിലേ കണ്ടെത്താം, വേണ്ടിവരാവുന്ന പരിശോധനാ രീതികളുടെയും ചികിത്സാ രീതികളുടെയും ഗുണദോഷങ്ങൾ, പാർശ്വഫലങ്ങൾ, അപകട സാധ്യതകൾ തുടങ്ങിയവയ്ക്കൊപ്പം ജീവിതശൈലിയുമായി രോഗത്തിനുള്ള ബന്ധത്തെയും ജീവിതശൈലി ക്രമീകരണത്തിന്റെ പ്രാധാന്യത്തെയും ശാസ്ത്രീയ വശങ്ങളെയും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെയും കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോകൾക്കായി പ്ലേലിസ്റ്റ് കാണുക. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ രോഗങ്ങളും ഒരേ രോഗത്തിന് പലതരം പരിശോധനാ രീതികളും ചികിത്സാ രീതികളും ഉള്ള ഇക്കാലത്ത് രോഗത്തിന്റെ പ്രത്യേകതകളും പരിശോധനകളുടെയും മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും ഒക്കെ പാർശ്വഫലങ്ങളെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചും അറിവുണ്ടാകേണ്ടത് ആരോഗ്യ സംരക്ഷണത്തിന് അനിവാര്യമാണ്. വ്യക്തമായ ശാസ്ത്രീയമായ അറിവുണ്ടായാൽ മാത്രമേ രോഗമുക്തിക്കുതകുന്ന ചികിത്സ തിരഞ്ഞെടുക്കാനും ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് സാധ്യമാക്കാനും കഴിയൂ. താങ്ക് യു.